All right. Hi, everyone. Good morning. Good morning. How was the meditation? Did you enjoy the meditation? How was it? Abdul Majid, meditation lo pangedutho? Okay, very good. Okay. So, welcome back. ഇന്നത്തെ മോർണിംഗ് സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ മോർണിംഗ് സെഷനിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എല്ലാ ദിവസവും പറയുന്നത് പോലെ നമ്മളുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ എല്ലാം നല്ല രീതിയിലേക്ക് നമ്മൾ അച്ചീവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു നല്ല ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ലൈഫിൽ എന്തുണ്ടാകും? പല രീതിയിലുള്ള ചാലഞ്ചസും പ്രതിസന്ധികളൊക്കെ വരുന്നുണ്ടാവും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ മൈൻഡ് നമ്മൾ എങ്ങനെയാണ് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് നിലനിർത്തി കൊണ്ടുപോകുക എന്നുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം അത്തരത്തിലുള്ള ഒരു വിഷയമാണ്. അതായത് മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന മേഖലയിൽ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. ഓക്കെ, ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ്. എന്ത് വെച്ചാൽ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്ന വിഷയത്തിലേക്ക് വരുമ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് എന്ത്, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന റാസ് റീകണ്ടീഷനിങ് എന്ന് പറയും. എന്താണ് റാസ് റീകണ്ടീഷനിങ്? റാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും. റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ബ്രെയിനിലെ ഒരു പാർട്ടാണ്. ഇന്ന് അതിനെ കുറിച്ചാണ് സംസാരിക്കാറുള്ളത്. സോ ഇഫ് യു ആർ റെഡി ആൻഡ് എക്സൈറ്റഡ്, ജസ്റ്റ് കമന്റ് റെഡി ആൻഡ് എക്സൈറ്റഡ് എന്നുള്ളതിന് RE എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ RE. ഓക്കെ, പ്ലീസ്. അഡ്മിന്മാർ എന്ത് ചെയ്യുക, നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗ്രൂപ്പുകളിലും എന്ത് ചെയ്യുക, നമ്മുടെ ഒരു സ്ക്രീൻഷോട്ട് ഒന്ന് ഷെയർ ചെയ്യുക. ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് പീപ്പിൾ ഹു വാണ്ട്സ് ടു ജോയിൻ. ആൻഡ് ഈ കഴിഞ്ഞ ദിവസം ഒരുപാട് പേർക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ജോയിൻ ചെയ്തിട്ടില്ല, ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു പ്രോബ്ലം നമ്മൾ ഇന്ന് പരിഹരിച്ചിട്ടുണ്ട്. ഓക്കെ, ഇന്നലെ ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു ജോയിൻ ചെയ്യാൻ കഴിയുന്ന ആൾക്കാർക്ക്, അതിന് നമ്മൾ പരിഹരിച്ചിട്ടുണ്ട്. സോ വി ക്യാൻ ഇൻവൈറ്റ് ഓൾ ദ പീപ്പിൾ, ടെൽ ദം അമേസിംഗ് സെഷൻ ആണ് നടക്കാൻ പോകുന്നത്. സോ ഡോണ്ട് മിസ്, അവർ മിസ് ചെയ്യാതിരിക്കട്ടെ. ഓക്കെ, അപ്പൊ പറഞ്ഞതുപോലെ വാട്ട് ഹാപ്പൻസ്, നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു അതായത് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ എന്താണ് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം? നമ്മൾ അറിയേണ്ട പാർട്ടാണ് റാസ് റീകണ്ടീഷനിങ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളുടെ മനസ്സിലേക്ക്, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ മനസ്സിലേക്ക് ഒരുപാട് ചിന്തകൾ നമുക്ക് വരുന്നുണ്ട് ഒരു ദിവസം. ഈ ചിന്തകളെ നമ്മുടെ ലക്ഷ്യത്തിനെ കുറിച്ച് മാത്രമാക്കാൻ നമ്മളെ സഹായിക്കുന്ന ബ്രെയിനിലൊരു പാർട്ടാണ് എന്ത്, റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ കണ്ടീഷനിങ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നിങ്ങൾക്ക് റാസ് റീകണ്ടീഷനിങ് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു 1 day വർക്ക്ഷോപ്പ് ഉണ്ട് കേട്ടോ. അത് വരുന്നതാണ്. റാസ് റീകണ്ടീഷനിങ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു 1 day വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. സോ ഇറ്റ് വിൽ കം ടു യു. ഇതിൽ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിനെ നമ്മുടെ സക്സസിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെയാണ് നമ്മൾ നിശ്ചയിച്ചത്. സോ എന്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ക്യാൻ വി അച്ചീവ് ഓൾ ദീസ്? ഞാനിവിടെ കാണിക്കുന്ന കുറെ സംഗതികളുണ്ട്. ഇതൊക്കെ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് കുറെ വലിയ കാര്യങ്ങളാണ്. വലുത് തന്നെ വേണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടമുള്ളത്. കുറച്ച് എക്സാമ്പിൾസ് മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിൽ വലുതുണ്ടാവും, ചെറുതുണ്ടാവും, പലതും ഉണ്ടാവും. ഫസ്റ്റ് ഓഫ് ഓൾ, നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ അച്ചീവ് ചെയ്യാൻ പറ്റും. ക്യാൻ വി അച്ചീവ് സെൽഫ് ഡിസിപ്ലിൻ? നല്ല രീതിയിൽ സെൽഫ് ഡിസിപ്ലിനോട് കൂടിയിട്ട് മെഡിറ്റേഷൻ നല്ല രീതിയിൽ ചെയ്തു പോകാന്ന് പറയുന്നത് ചെറിയൊരു ചിലരുടെ ആഗ്രഹമാണ്. യെസ് ഓർ നോ? ഡു യു അഗ്രി വിത്ത് മീ? നമ്മൾ അധികം ആൾക്കാർ സെൽഫ് ഡിസിപ്ലിൻ ആയിട്ട് നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ മെഡിറ്റേഷൻ ഒക്കെ ചെയ്ത് നല്ല പ്രാർത്ഥന, കറക്റ്റായിട്ട് പ്രാർത്ഥിക്കുന്നവര്, വിശ്വാസപ്രകാരം അതായത് ചിലർ 5 നേരം പ്രാർത്ഥിക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, അതിൽ കൂടുതൽ തവണ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ചിലരെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിൽ 1 ദിവസമെങ്കിലും, അല്ലേ? അല്ലെങ്കിൽ എങ്ങനെയാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ, എല്ലാ ദിവസവും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കാൻ, കറക്റ്റ് ടൈമിൽ കാര്യങ്ങൾ ചെയ്യാൻ, അതേപോലെ തന്നെ മനസ്സറിഞ്ഞ് നമ്മൾ എക്സസൈസ് ചെയ്യാൻ, എല്ലാ ദിവസവും കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യാൻ, ജിമ്മിൽ പോകാൻ, വർക്കൗട്ട് ചെയ്യാൻ,
ആഗ്രഹിക്കുന്നവരുണ്ട്. ഒരുപാട് പേരെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് എന്ന് വെച്ചാൽ എല്ലാ ദിവസവും അതിരാവിലെ 5 മണിക്ക് എണീക്കാൻ ആഗ്രഹിക്കുന്നു, ഓടാൻ പോകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ മോർണിംഗ് വാക്കിന് പോകാൻ ആഗ്രഹിക്കുന്നു, മെഡിറ്റേഷൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഡിസിപ്ലിൻ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ഗോളുകൾക്ക് വേണ്ടിയിട്ട് ഫോക്കസ്ഡ് ആയിട്ട്. അപ്പൊ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ക്യാൻ വി അച്ചീവ് ദി സെൽഫ് ഡിസിപ്ലിൻ? ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ 9 to 5 ജോബിൽ നിന്ന് ഫ്രീഡമാണ്. ഈ ഒരു ജോലി ഉപേക്ഷിച്ചിട്ട് ഇതെനിക്ക് മതിയായി, കോർപ്പറേറ്റ് ജോബ് എനിക്ക് മതിയായി, മറ്റുള്ളവരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് മതിയായി എന്ന് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, അത് ക്വിറ്റ് ചെയ്തിട്ട് സ്വന്തമായിട്ടൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ചിലരെ സംബന്ധിച്ചിടത്തോളം. പറഞ്ഞോ. അപ്പൊ പല രീതിയിലുള്ള എന്താ വെച്ചാല് ആഗ്രഹങ്ങളുള്ളവരുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം ബിൽഡ് എ സക്സസ്ഫുൾ ബിസിനസ്, ഒരു വലിയ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ഇത് പോസിബിൾ ആണ്. യെസ് ഓർ നോ? ഈ ആഗ്രഹങ്ങളുള്ളവർ എന്ത് വെച്ചാൽ ജസ്റ്റ് മീ എന്ന് കമന്റ് ചെയ്യട്ടോ. ഞാൻ എന്താണോ പറയുന്നത് അത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഓൺ മീ, ബിക്കോസ് ഐ വാണ്ട് എൻ ആക്റ്റീവ് ഓഡിയൻസ്. ആക്റ്റീവായിട്ട് കാര്യങ്ങൾ നൽകുന്ന പരമാവധി നിങ്ങൾ എന്ത് വീഡിയോയിൽ വരിക. ഓക്കെ, സോ ബിൽഡ് എ സക്സസ്ഫുൾ ബിസിനസ്. അതല്ലെങ്കിൽ ഇതുപോലെ ഒരു വലിയൊരു ബിൽഡിംഗ് സ്വന്തമാക്കണം, ഒരു പ്രോപ്പർട്ടി സ്വന്തമാക്കണം, അല്ലെങ്കിൽ ഒരു ഓഫീസ് സ്വന്തമായിട്ട് കോർപ്പറേറ്റ് ഓഫീസ് ബിൽഡ് ചെയ്തെടുക്കണം. ഇങ്ങനെയൊക്കെ സ്വപ്നങ്ങളുള്ളവർ, പല സ്വപ്നങ്ങളുള്ളവരുണ്ടാവും. വലിയ സ്വപ്നങ്ങളുള്ളവരുണ്ട്, ചെറിയ സ്വപ്നങ്ങളുള്ളവരുണ്ട്. ചെറുതായിട്ടൊരു അറ്റ്ലീസ്റ്റ് എന്ന് വെച്ചാൽ ഇത്രയും വലുതല്ലെങ്കിൽ ഒരു ചെറിയൊരു ബിൽഡിംഗെങ്കിലും, സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി എങ്കിലും എനിക്ക് വേണം, സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇതുപോലെ ടീം വേണം, ഇതുപോലെ നല്ലൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യണം, ഒരുപാട് പേരുടെ മുൻപിൽ ഒരു ലീഡറായിട്ട്, ആ ടീമിനെ നയിക്കുന്ന ഒരു ലീഡറായിട്ട് മാറണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. യെസ് ഓർ നോ? ഡു യു അഗ്രി വിത്ത് മീ? അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഗതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമോ? ഈസ് ഇറ്റ് പോസിബിൾ? ചിലരെ സംബന്ധിച്ചിടത്തോളം സോഷ്യൽ മീഡിയ അഡിക്ഷൻ ഉണ്ട്, അത് സ്റ്റോപ്പ് ചെയ്യണം. അത് പോസിബിൾ ആണോ? നല്ല ക്വാളിറ്റി സ്ലീപ്പ്, നന്നായിട്ട് ഉറങ്ങണം, സ്വസ്ഥമായിട്ട് ഒരു 7 മണിക്കൂർ ഉറങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. ചിലരെ സംബന്ധിച്ചിടത്തോളം ട്രാവൽ ദ വേൾഡ്, ഒരുപാട് സ്ഥലങ്ങൾ നല്ല രീതിയിലേക്ക് എന്താ വെച്ചാൽ ട്രാവൽ ചെയ്യണം. ചില സംബന്ധിച്ചിടത്തോളം നല്ല റിസോർട്ടുകളിലൊക്കെ ഒന്ന് പോയി വെക്കേഷൻ ഫാമിലിയുടെ കൂടെ ഒക്കെ എൻജോയ് ചെയ്ത്, അല്ലെങ്കിൽ നല്ലൊരു ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് ലൈഫിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫിന്റെ എല്ലാ തരത്തിലുമുള്ള, അത് നല്ലൊരു ഒരു കുടുംബാന്തരീക്ഷം മുതൽ നല്ല ആരോഗ്യപരമായിട്ടുള്ള സിറ്റുവേഷൻസ് മുതൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. ആൻഡ് മേക്ക് മണി ആൻഡ് ഗെറ്റ് റിച്ച്, പണം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം. ഇതൊക്കെ നമ്മളെ കൊണ്ട് സാധ്യമാണോ? ദാറ്റ് ഇസ് മൈ ക്വസ്റ്റ്യൻ. വി നീഡ് എ ലോട്ട് ഓഫ് തിങ്സ്. ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, ഗോൾഡ് കളക്ട് ചെയ്ത് വെക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും, ഒരുപാട് കാര്യങ്ങൾ, ഐഡിയൽ ഫിറ്റ്നസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടാവും, നിരന്തരം എക്സസൈസ് ചെയ്യണം എന്നായിരിക്കും, ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്തെടുക്കണം, ഒരു സ്വന്തമായിട്ട് നല്ല നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു വീട് ബിൽഡ് ചെയ്തെടുക്കണം, ഡ്രീം ഹോം സ്വന്തമാക്കണം, ഡ്രീം കാറുകൾ സ്വന്തമാക്കണം. ഇങ്ങനെ പല ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവാം. ഇതെല്ലാം പോസിബിൾ ആണ്. മേ ബി ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രൈവറ്റ് ജെറ്റ് സ്വന്തമാക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് നമ്മളെ കൊണ്ട് സാധ്യമാണോ എന്നുള്ളതാണ് ചോദ്യം. ഇഫ് വി കാണ്ട്, നമ്മളെ കൊണ്ട് സാധ്യമല്ലെങ്കിൽ വൈ, എന്തുകൊണ്ട് സാധ്യമല്ല? നമ്മൾ മനസ്സിലാക്കേണ്ടത് ലാക്ക് ഓഫ് റൈറ്റ് എഡ്യൂക്കേഷൻ ആണ്. കറക്റ്റ് ആയിട്ടുള്ള വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടാണ് നമുക്കിത് സാധ്യമല്ല എന്ന് നമുക്ക് തോന്നുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് റൈറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം. നമ്മൾ സ്കൂളിൽ പോയിട്ട് എന്താ നമ്മൾ പഠിച്ചത്? സ്കൂളിൽ നമ്മൾ പറഞ്ഞു വിട്ടത് എന്തിനാ? വിജയിക്കാൻ വേണ്ടിയിട്ടല്ലേ? യെസ് ഓർ നോ? വിജയിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞു വിട്ടത്. യെസ് ഓർ നോ? ഹലോ? സ്കൂളിൽ നമ്മൾ പോയിരിക്കുന്നത് വിജയിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല വിദ്യാഭ്യാസം നേടിയിട്ട്, നല്ലൊരു ജോലി നേടിയിട്ട്, നല്ലൊരു എന്താ പറയുക, വരുമാന മാർഗം ഉണ്ടാക്കിയിട്ട്, ഒരാളെ വിവാഹം കഴിച്ച് സ്വസ്ഥമായിട്ട് കുട്ടികളുമായിട്ട് സ്വസ്ഥമായിട്ട് സെറ്റിൽഡായിട്ട് ജീവിക്കുക. ഇതിനു വേണ്ടിയിട്ട്, വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് നമ്മളെ പറഞ്ഞു വെച്ചത്. പക്ഷെ നമ്മൾ സ്കൂളിൽ പോയിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? നമ്മൾ വിജയിക്കാൻ പഠിച്ചോ?
അവിടുന്ന് നമ്മൾ എങ്ങനെ വിജയിക്കാമെന്ന് നമ്മളെ പഠിപ്പിച്ചോ? പൊതുവെ പഠിപ്പിച്ചിട്ടില്ല. നമ്മൾക്ക് എങ്ങനെ ഹാപ്പി ആകാമെന്ന് നമ്മളെ പഠിപ്പിച്ചോ? അതിനുള്ള സബ്ജക്റ്റുകളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടായിരുന്നു? അവിടെ നമ്മൾ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്, കെമിസ്ട്രി പഠിച്ചിട്ടുണ്ട്, പല വിഷയങ്ങളും പഠിച്ചിട്ടുണ്ട്. കാരണം സ്കൂൾ അതിനാണ്. ഐ അണ്ടർസ്റ്റാൻഡ്. പക്ഷെ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കാനുള്ള വിദ്യാഭ്യാസം നമുക്ക് കിട്ടിയിട്ടില്ല. എങ്ങനെ വിജയിക്കാം, എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാം, എങ്ങനെ നമുക്ക് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാം, പല പല അല്ലെങ്കിൽ എങ്ങനെ പറയാം, എങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കാം, എങ്ങനെ നല്ലൊരു കുടുംബജീവിതം കെട്ടിപ്പടുക്കാം. നോ, ഇതൊന്നും അവിടെ പഠിപ്പിച്ചിട്ടില്ല, നമ്മൾ പഠിച്ചിട്ടില്ല. എങ്ങനെ ഒരു ബിസിനസ് ചെയ്ത് വിജയിക്കാം എന്ന് നമ്മൾ പഠിപ്പിക്കുന്നില്ല. അപ്പോ റൈറ്റ് എഡ്യൂക്കേഷന്റെ കുറവുണ്ട്. നമുക്ക് കിട്ടിയ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. കിട്ടിയ എഡ്യൂക്കേഷൻ ഒരുപാട് ഹെൽപ്ഫുൾ ആണ്, തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആണ്. നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ ലൈഫിൽ പലതും യൂസ് ചെയ്യാത്ത പല കാര്യങ്ങൾ വരെ, അല്ല അത്രക്ക് അങ്ങോട്ട് പ്രാക്ടിക്കൽ അല്ലാതെ പല കാര്യങ്ങൾക്ക് വരെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള പഠന രീതി ഉണ്ടായിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ദാറ്റ് വാസ് യൂസ്ഫുൾ. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്ക് റൈറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, കിട്ടേണ്ട പല എഡ്യൂക്കേഷനും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താ വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മളിപ്പോ എന്താ വെച്ചാൽ നിരന്തരം നമ്മുടെ റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഈ സ്വപ്നങ്ങളും ഈ ആഗ്രഹങ്ങളൊക്കെ അച്ചീവ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും പ്രയാസമുള്ള ഒരു കാര്യമായിട്ടാണ് വരുന്നത്. സ്വർണോ, നമുക്കത് അച്ചീവ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഈ റൈറ്റ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ ഫോക്കസ് നമ്മൾ കറക്റ്റ് ആക്കി കൊണ്ടുവരും. ദർ ഈസ് എ മാജിക്കൽ പവർ ഫോർ ഫോക്കസ്. നമ്മുടെ ചിന്തകള് നമ്മുടെ വിധിയിലേക്ക് നമ്മൾ എത്തിക്കും. മനസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. റൈറ്റ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് മനസ്സിനെ കുറിച്ചുള്ള പഠനമാണ്. അപ്പൊ അതിൽ പറയുന്നത് വെച്ചാല്, സ്വാമി വിവേകാനന്ദ പറഞ്ഞൊരു വാചകമുണ്ട്, യുവർ തോട്ട് വിൽ ബിക്കം യുവർ വേർഡ്സ്, യുവർ വേർഡ്സ് വിൽ ബിക്കം യുവർ ആക്ഷൻസ്, ആൻഡ് യുവർ ആക്ഷൻസ് വിൽ ബിക്കം യുവർ ഹാബിറ്റ്സ്, ആൻഡ് യുവർ ഹാബിറ്റ്സ് വിൽ ബിക്കം യുവർ ക്യാരക്ടർ, ആൻഡ് യുവർ ക്യാരക്ടർ വിൽ ബിക്കം യുവർ ഡെസ്റ്റിനി. നിങ്ങളുടെ ചിന്തകൾ നിങ്ങളുടെ വാക്കുകളായി മാറുന്നു, വാക്കുകൾ പ്രവർത്തികളായി മാറുന്നു, പ്രവർത്തികൾ ശീലങ്ങളായി മാറുന്നു, ശീലങ്ങൾ നിങ്ങളുടെ സ്വഭാവം രൂപീകരിക്കുന്നു, and your character will become your destiny. Yes or no? അതായത് എവിടുന്നാ തുടങ്ങിയത്? ഡെസ്റ്റിനി. അതായത് നിങ്ങളുടെ ചിന്തകൾ വാക്കുകളായി മാറുന്നു, വാക്കുകൾ പ്രവർത്തികളായി മാറുന്നു, പ്രവർത്തികൾ ശീലങ്ങളായി മാറുന്നു, ശീലങ്ങൾ നിങ്ങൾക്ക് സ്വഭാവം രൂപീകരിക്കുന്നു, സ്വഭാവം നിങ്ങളുടെ വിധി നിർണ്ണയിക്കുന്നു. ആ വിധി എവിടുന്നാ തുടങ്ങിയത്? ചിന്തകളിൽ നിന്ന്. ചിന്തയെ കറക്റ്റ് ചെയ്യണം. ചിന്തയിലാണ് കാര്യം കിടക്കുന്നത്. ചിന്തയിൽ നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. തോട്ട്സ് become words, words become actions, action become habits, and habits become character, and character becomes destiny. അദ്ദേഹം പറഞ്ഞതാണ്. ബുദ്ധൻ പറഞ്ഞിട്ടുള്ള വാചകമുണ്ട്, all that we are is the result of what we have thought. The mind is everything. What we think we become. നമ്മൾ ഇത്രയും കാലം നമ്മൾ എന്താണോ ചിന്തിച്ചത് അതാണ് നമ്മൾ. ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് എന്തെങ്കിലും വന്നിട്ട് നിങ്ങളെന്ന് പറയുന്നത് ഇതാണ്. ഇത് എങ്ങനെ ഉണ്ടായത്? ഇത്രയും കാലം നിങ്ങൾ എന്ത് ചിന്തിച്ചുവോ അതിന്റെ റിസൾട്ടാണ്. എന്ത് ചിന്തിച്ചുവോ, എന്ത് ചിന്തകൾ കൊടുത്തോ, എന്താണോ മനസ്സിൽ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരുന്നത്, എന്താണോ ചിന്തകളുടെ രൂപത്തിൽ നിങ്ങൾ എന്തിനൊക്കെ കുറിച്ചൊക്കെയാണ് ചിന്തിച്ചത്, അതിന്റെ ഔട്ട്കം ഇപ്പോ ഉള്ള നിങ്ങൾ. ആൻഡ് ദ മൈൻഡ് ഈസ് എവറിത്തിങ്. മനസ്സാണ് എല്ലാം. വാട്ട് വി തിങ്ക് വി ബിക്കം. നമ്മൾ എന്ത് ചിന്തിക്കുന്നു അത് നമ്മൾ ആയിത്തീരും. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ അത് നമ്മൾ ആയിത്തീരും. വാട്ട് വി തിങ്ക് വി ബിക്കം. They said it. മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുണ്ട്, those who know how to think need no teachers. നന്നായിട്ട് ചിന്തിക്കാൻ കഴിയുന്ന ആൾക്കാർക്ക് അധ്യാപകരുടെ ആവശ്യമില്ല. അതായത് പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നിങ്ങൾക്ക് നന്നായിട്ട് ചിന്തിക്കാൻ കഴിയുമോ, ആ ചിന്തിക്കാൻ എങ്ങനെ ചിന്തിക്കണമെന്ന് നമുക്കറിയില്ല. നമ്മൾ രാവിലെ എണീക്കുന്നു, നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നുണ്ട്. സാധാരണക്കാരുടെ ഏറ്റവും വലിയ പ്രോബ്ലം ഇതാണ്, എന്താണ് ചിന്തിക്കേണ്ടത്, എങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. ഇതിനെക്കുറിച്ചുള്ള ഒരു കോച്ചിങ്ങോ ഗൈഡൻസോ നമുക്ക് കിട്ടിയിട്ടുണ്ടോ? സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. ആരെങ്കിലും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഇല്ല. നന്നായിട്ട് ചിന്തിക്കാൻ അറിയുന്നവരാണെന്ന് വെച്ചാൽ ഈ ലോകം ഭരിക്കുന്നത്. നന്നായി ചിന്തിക്കാൻ അറിയുന്നവരാണ് അവരെന്ന് വെച്ചാൽ അവർക്ക് അറിയാം മൈൻഡ് ഇങ്ങനെയാണ്, ഒരാളുടെ മൈൻഡാണല്ലോ, ആ മൈൻഡ് ഇങ്ങനെയാണ്, ഈ രൂപത്തിലാണ്, ഈ സംഗതിയിലാണ് എന്ന് ചിന്തിക്കുന്നവർ. ആ മൈൻഡ് വർക്ക് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കണം. അപ്പോഴാണ് നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ എന്തുള്ളൂ, നമുക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. വേറെ ആരെ പറഞ്ഞിട്ടുള്ളത്? മഹാത്മാഗാന്ധി പറഞ്ഞിട്ടുള്ളത് പറഞ്ഞു, നെപ്പോളിയൻ ബോണപ്പാർട്ട് പറഞ്ഞു. അദ്ദേഹം പറയുന്നത് ഇമാജിനേഷൻ റൂൾസ് ദ വേൾഡ്.
സങ്കല്പമാണ് ഈ ലോകത്തെ ഭരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ ഈ പഠിപ്പിച്ചു തരുന്ന കാര്യങ്ങളുണ്ടല്ലോ, 2011 എൻ്റെ ലൈഫിൽ എന്നെ ചേഞ്ച് ചെയ്യാൻ സഹായിച്ചിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂൾ. ഞാൻ ഇനി നിങ്ങൾക്ക് പറയാൻ തരാൻ പോകുന്ന ഒരു സീക്രട്ട് ഉണ്ട്. ആ സീക്രട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് ഹ്യൂജ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്ത് തരാൻ പോകുന്ന സംഗതി. ഡു യു വാണ്ട് ദാറ്റ്? വേണമെന്നുണ്ടെങ്കിൽ പരമാവധി ആൾക്കാർ, ഇഫ് യു നീഡ് ഇറ്റ്, ജസ്റ്റ് കമന്റ് ഡൗൺ. യെസ്, എന്റെ മെന്റർ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ള, എന്റെ ലൈഫ് ചേഞ്ച് ചെയ്തിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. ആൻഡ് ദാറ്റ്സ് ദ ടൂൾ. ഐ വാണ്ട് യു ടു ഹാവ് ഇറ്റ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ടൂളാണ്. എന്നെ ശരിക്കും എന്താ വെച്ചാൽ ചേഞ്ച് ചെയ്തിട്ടുള്ള ടൂളാണ്. ഇഫ് യു നീഡ് ജസ്റ്റ് കമന്റ് ഡൗൺ. ഐ വാണ്ട് യു ടു കമന്റ് ഡൗൺ. അദ്ദേഹം എന്താ വെച്ചാൽ 2011 ആ ഒരു അറിവ് കിട്ടിയതിന് ശേഷം എൻ്റെ ലൈഫ് എന്താ വെച്ചാൽ കംപ്ലീറ്റ്ലി പുതിയൊരു ഡയറക്ഷനിൽ പോയി. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ശരിക്കും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് രീതിയിലേക്കാണ്. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്ന നോളജ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ചേഞ്ച് യുവർ മൈൻഡ് കംപ്ലീറ്റ്ലി. നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് എന്ന് വെച്ചാൽ ഹ്യൂജ് റിസൾട്ട് തരുന്ന രൂപത്തിലേക്ക് അത് എന്ത് ചെയ്യും, നിങ്ങളെ എത്തിക്കും. യെസ്, യെസ്, ജസ്റ്റ് കമന്റ് ഡൗൺ, കമന്റ് ഡൗൺ, കമന്റ് ഡൗൺ. വി ഹാവ് ലോട്ട് ഓഫ് പീപ്പിൾ ഹിയർ. പരമാവധി ആൾക്കാർ ഇന്ന് വീഡിയോയിൽ വരിക കേട്ടോ. ഐ വാണ്ട് യു ടു ബി ഹിയർ ഇൻ വീഡിയോ. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് മോർണിംഗ് സെഷനിലേക്ക് ഇരിക്കുമ്പോൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റിട്ട് എന്ത് കുളിച്ച് ഫ്രഷ് ആയിട്ട് അങ്ങ് ഇരിക്കുക. മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി, പഠിക്കാൻ വേണ്ടിയിട്ട് ടേബിൾ കണ്ടെത്തിയിട്ട് ആ ടേബിളിൽ എന്ത് ഇരിക്കുക. എല്ലാ ദിവസവും ഇരുന്നോളും. നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യുക, ക്ലാസ്സുകൾ എടുത്ത് നിങ്ങളെ ഗൈഡ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് അതിരാവിലെ തന്നെ നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ചിന്തകളും അറിവുകളും കാര്യങ്ങളൊക്കെ നിറച്ചിട്ടെന്ന് വെച്ചാൽ നിങ്ങൾ ഐ വാണ്ട് ടു ഹെൽപ്പ് യു ടു become a better person. Can we do that? For that, you just take shower, ബെഡിൽ നിന്ന് ചുമ്മാ കിടന്ന് കേൾക്കരുത്. എത്രയോ പേര് ഇപ്പൊ അങ്ങനെ കേൾക്കുന്നുണ്ട്. Don't do that. Get up, sit properly and learn and take notes. So മനസ്സിലാവുന്നുണ്ട്? അത് രാവിലെ തന്നെ നിങ്ങൾ യെസ്, there are a lot of people. അപ്പൊ അത് നിങ്ങൾ എന്ന് വെച്ചാൽ വീഡിയോയിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ it will be really പോസിറ്റീവ് എനർജി. അതെനിക്കൊരു പോസിറ്റീവ് എനർജി ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ നമുക്ക് നൽകും. സോ ലെറ്റ്സ് ഡു ദിസ്. ലെറ്റ്സ് ഹെൽപ്പ് ഈച്ച് അതർ ആൻഡ് സപ്പോർട്ട് ഈച്ച് അതർ ആൻഡ് ഗ്രോ ടുഗദർ. ഓക്കെ, ബി ഹിയർ. അപ്പൊ നല്ലൊരു ലേണിംഗ് മെത്തേഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം. അപ്പോൾ സീക്രട്ടിലേക്ക് നിങ്ങൾക്ക് സീക്രട്ട് വേണം. യെസ്, ലെറ്റ്സ് ഗോ ടു ദ സീക്രട്ട്. നമ്മൾ ആ സീക്രട്ടിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, എത്തും. സ്റ്റേ എക്സൈറ്റഡ്, ബി പേഷ്യന്റ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഇമാജിനേഷൻ റൂൾസ് ദ വേൾഡ്. സങ്കല്പമാണ് ഒരാൾ, സങ്കല്പിക്കാൻ, ചിന്തിക്കാൻ കഴിയുന്ന ഒരാളാണ് ലോകം ഭരിക്കുന്നത്. ഇദ്ദേഹം ആരായിരുന്നു? നെപ്പോളിയൻ ബോണപ്പാർട്ട്. ലോകം കീഴടക്കണമെന്ന് ആഗ്രഹിച്ച് ഇറങ്ങി തിരിച്ച വ്യക്തിയായിരുന്നു. ഇമാജിനേഷൻ റൂൾസ്. ലോകം കണ്ടിട്ടുള്ള മഹാനായ ചക്രവർത്തിമാരിൽ ഒരാളാണ്. ഇമാജിനേഷൻ റൂൾസ് ദ വേൾഡ്. മുഹമ്മദ് അലി എന്താ പറഞ്ഞിട്ടുള്ളത്? ദ ഗ്രേറ്റസ്റ്റ് ബോക്സർ ആണ്. അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ദ മാൻ ഹാസ് നോ ഇമാജിനേഷൻ ഹാസ് നോ വിങ്സ്. സ്വപ്നങ്ങൾ കാണാനും വലിയ രീതിയിലേക്ക് ചിന്തിക്കാനും കഴിയുന്ന ഒരാൾക്ക്, അതല്ലാത്ത ഒരാൾക്ക് എന്ന് വെച്ചാൽ അവർക്ക് ചിറകുകളില്ല. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത്, നമ്മളെ കുറിച്ച് എന്താ ചിന്തിക്കുന്നത്? ഒരു കാര്യം മനസ്സിലാക്കുക, ഇത്രയും കാലം നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്താ ചിന്തിച്ചത്? നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ളൊരു ഇമാജിനേഷൻ എന്താണ്? സങ്കല്പം എന്താണ്? നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു വലിയൊരു സങ്കല്പം ഉണ്ടാകും. ഞാൻ ആരാണ്? ഞാൻ എന്താണ്? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? യെസ് ഓർ നോ? പല ക്ലാസ്സുകളും പല കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ട്. ഈ കേൾക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്ര ചെയ്യാൻ കഴിയൂ, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയൂ, എനിക്ക് വിദ്യാഭ്യാസം കുറവാണ്. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഒരു ഇമേജ് എന്താണ്? ഞാൻ പരാജിതനാണ്, ഞാൻ നീട്ടിവെക്കുന്ന സ്വഭാവമുള്ള ആളാണ്, അല്ലെങ്കിൽ ഞാൻ മടിയനാണ്, എന്റെ ശ്രദ്ധ മാറിപ്പോകുന്നു, അല്ലെങ്കിൽ എനിക്ക് ഇത്ര ബിസിനസ് ചെയ്യാൻ കഴിയുള്ളൂ, എനിക്ക് ഇത്ര പഠിക്കാൻ കഴിയുള്ളൂ, എനിക്ക് ഇങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഒരു കാര്യം മനസ്സിലാക്കുക, എഴുതി വെച്ചോ, ഈ വാക്കട എഴുതി വെച്ചോ. ഇറ്റ് ഡസന്റ് മാറ്റർ ഹൂ യു ആർ റൈറ്റ് നൗ, ഇറ്റ് ഡസ് മാറ്റർ ഹൂ യു വാണ്ട് ടു ബിക്കം. നിങ്ങൾ ഇത്രയും കാലം ആരായിരുന്നു എന്നുള്ളതല്ല പ്രധാനം, നിങ്ങൾക്ക് ആരാവണം എന്നുള്ളതാണ് പ്രധാനം. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല. അധികം ആൾക്കാരും വറീഡായിരിക്കുന്ന ഒരു കാര്യം, ഈ ലോകത്ത് 95% ആൾക്കാരും വറീഡായിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും. ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലും തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും.
It doesn't matter what others think about you. It does matter what you think about yourself. മറ്റുള്ളവര് നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതല്ല പ്രധാനം, നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അതാണ് പ്രധാനം. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ കഴിവുള്ള ആളാണെന്ന് ചിന്തിക്കുന്നുണ്ടോ? അതല്ല നിങ്ങളെക്കുറിച്ച് ഒരു കോൺഫിഡൻസ് കുറവാണ്, നിങ്ങൾക്ക് പേടിയുണ്ട്, നിങ്ങളെക്കുറിച്ച് ഒരുപാട് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്, ഞാനൊരു പേടിയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു ചിന്തിക്കുന്ന ഒരാളാണ്. നോ, യു ഷുഡ് തിങ്ക് യു ക്യാൻ ഡു എനിത്തിങ്, യു ക്യാൻ ബി എനിത്തിങ്, യു ക്യാൻ അച്ചീവ് എനിത്തിങ്. നിങ്ങൾക്ക് എന്തും നേടിയെടുക്കാൻ പറ്റും, എന്ത് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും, എന്തും ആയിത്തീരാൻ പറ്റും. ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ്, യു ക്യാൻ ഹാവ് ഇറ്റ്. If you can dream it, you can have it. Clear ആണോ? Believe in yourself. You can dream it. സ്വപ്നങ്ങൾ കാണാൻ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നെങ്കിൽ you can achieve it. പക്ഷെ എങ്ങനെ അച്ചീവ് ചെയ്യും? And that's your question. അല്ലേ? അതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റൻ ആയിട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്നത്. അപ്പൊ നിങ്ങളുടെ മൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി മൈൻഡിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് അച്ചീവ് ചെയ്തെടുക്കാൻ പറ്റുക, ഇതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് അറിയേണ്ടത്. That's what you want to know. That's what you want to create. Yes? ശരിയാണോ? That's what you want to create. നിങ്ങളുടെ മൈൻഡിൽ എന്താ വെച്ചാൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റണം. അതിനു വേണ്ടിയിട്ട് എന്താണ് അറിയേണ്ടത്, ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ചിന്തിക്കേണ്ടത്, ആ സീക്രട്ട് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഒരു ലക്ഷ്യമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് നിങ്ങൾക്കത് ബിൽഡ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ that's what I'm going to talk about. അപ്പൊ തോട്ട് മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. നമ്മുടെ ചിന്തകൾ എങ്ങനെ മാനേജ് ചെയ്യാം, ചിന്തകൾ എങ്ങനെ മാനേജ് ചെയ്യാം, ഇത് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ 2011 വെച്ചാൽ എനിക്ക് എന്റെ ഗുരു എന്ന് വെച്ചാൽ ഡോക്ടർ പി വിജയൻ സാർ പഠിപ്പിച്ചു തന്നൊരു കാര്യം ഇതാണെന്ന് വെച്ചാൽ he told me about one thing. ചിന്തകളെ മാനേജ് ചെയ്യാൻ കഴിയണം. ചിന്തകളെ മാനേജ് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെടാൻ പറ്റും. എങ്ങനെ ചിന്തകളെ മാനേജ് ചെയ്യാം? ഒബ്സർവ് ചെയ്യണം, അവെയർ ആവണം, അവെയർനെസ് വേണം. ഞാൻ ഇപ്പോ എന്താണ് ചിന്തിക്കുന്നത്, ഞാൻ എന്താണ്, എനിക്ക് വേണ്ടതിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത്, എനിക്ക് വേണ്ടതിനെ കുറിച്ചാണോ ഞാൻ ചിന്തിക്കുന്നത്, എനിക്ക് വേണ്ടാത്തതിനെ കുറിച്ചാണോ ഞാൻ ചിന്തിക്കുന്നത്? വാട്ട് ആം ഐ തിങ്കിങ്? എനിക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ചാണോ വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ചാണോ? എഴുതി വെക്കണം എന്താണ് വേണ്ട കാര്യങ്ങൾ. You have to have a clear clarity. What do you want? Define what do you want. എന്ത് ലൈഫാണ് നിങ്ങൾക്ക് വേണ്ടത്? ഒരു പെർഫെക്റ്റ് ലൈഫ് നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. ഞാൻ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന പെർഫെക്റ്റ് ലൈഫ്, അതെന്തോ ആയിക്കോട്ടെ, എത്ര വലുതായിക്കോട്ടെ, ചെറുതായിക്കോട്ടെ, വിചിത്രമായിക്കോട്ടെ, വ്യത്യസ്തമായിക്കോട്ടെ, ഇറ്റ് ഡസന്റ് മാറ്റർ. നിങ്ങൾ എഴുതി വെക്കുക നിങ്ങൾക്ക് ഏത് ലൈഫാണ് വേണ്ടത്. നിങ്ങളുടെ ഒരു പെർഫെക്റ്റ് ഡേ എന്ന് എഴുതി വെക്കുക. നിങ്ങളൊരു പെർഫെക്റ്റ് ലൈഫ് ജീവിക്കുന്ന ഒരു ഡേ ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെക്കുക. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾ ഇന്നത് എഴുതി, ഇന്നത് രാവിലെ 5 മണിക്ക് എണീറ്റു, അല്ലെങ്കിൽ 4 മണിക്ക് എണീറ്റു, 4:30 എണീറ്റു, ഐ ഡോണ്ട് നോ, യു ഡിസൈൻ. 5 മണിക്ക് എണീറ്റു, എന്നിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ കുളിച്ച് ഫ്രഷ് ആവുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു, എക്സസൈസ് ചെയ്യുന്നു, നിങ്ങളുടെ അന്നത്തെ ടു ഡു ലിസ്റ്റും അച്ചീവ്മെന്റ് ലിസ്റ്റും ഒക്കെ എഴുതി തയ്യാറാക്കുന്നു, ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നു, ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്നു. യു ജസ്റ്റ് റൈറ്റ് ഡൗൺ എവറി ഡീറ്റെയിൽസ്. രാവിലെ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെയുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എഴുതാൻ പറ്റുമെങ്കിൽ അങ്ങനെ എഴുതുക. അതൊരു ഐഡിയൽ ലൈഫ്, ഐഡിയൽ ഡേ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതാൻ ശ്രമിക്കുക. ഒരു എക്സാമ്പിൾ, ഒരു മെത്തേഡാണ് ഞാൻ പറഞ്ഞത്. വേറെ മെത്തേഡ് എന്ന് പറയുന്നത് വെച്ചാൽ, അപ്പൊ എന്നിട്ട് എന്താ വെച്ചാൽ ആ ഒരു സംഗതിയെ കുറിച്ച്, എന്നിട്ട് നിങ്ങൾ ഏത് ജോലി ചെയ്യും, ഏത് ജോലിയായിരിക്കും നിങ്ങൾ ചെയ്യുന്നുണ്ടാകുക, എൻഡ് റിസൾട്ട്, ഫ്യൂച്ചറിലെ ആ എൻഡ് റിസൾട്ടിനെ കുറിച്ച് ചിന്തിക്കുക. ആ എൻഡ് റിസൾട്ടിനെ കുറിച്ച് ചിന്തിച്ചിട്ട് എന്താ വെച്ചാൽ ഫ്യൂച്ചർ നിങ്ങൾ ഏത് ലൈഫാണ് ആഗ്രഹിക്കുന്നത്, ഏത് വാഹനത്തിലായിരിക്കും നിങ്ങൾ ഡ്രൈവ് ചെയ്യുക. ഹലോ, ക്ലിയർ ആണോ പറയുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ആ ഒരു എൻഡ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് എന്താ വെച്ചാൽ മനസ്സിലായ എൻഡ് റിസൾട്ട് കൊടുത്തിട്ട് എന്താ വെച്ചാൽ അത് എഴുതി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? അതിലേക്ക് ഡ്രൈവ് ചെയ്യണം, അതിലേക്ക് ഫോക്കസ് കൊടുക്കണം. നമ്മൾ ഈ സൂര്യപ്രകാശം വരുന്നത് ഒരു ലെൻസ് വെച്ചിട്ട് ഒരു പേപ്പറിലേക്ക് ഇങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ലെൻസ് വെച്ചിട്ട് ഒറ്റ ബിന്ദുവിലേക്ക് അതിനെ, സൂര്യപ്രകാശത്തെ മുഴുവൻ കളക്ട് ചെയ്തിട്ട് ഒറ്റ ബിന്ദുവിലേക്ക് നമ്മൾ വിട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ പേപ്പറിൽ നിന്ന് കത്തും. യെസ് ഓർ നോ? യെസ് ഓർ നോ? യെസ്.
അപ്പൊ അത് നമുക്ക് എന്താ വെച്ചാൽ അത് സംഭവിക്കും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ വേണ്ടത്? ആ ഒരു സംഗതി അതുപോലെ നമ്മുടെ ചിന്തകളെ കംപ്ലീറ്റ്ലി ഒറ്റ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ആൻഡ് ദാറ്റ്സ് കോൾഡ് തോട്ട് മാനേജ്മെന്റ്. ഒറ്റ ബിന്ദുവിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യും. സീക്രട്ട് ഓഫ് ക്രിയേഷൻ എന്ന് പറയുന്ന ഒരു സംഗതിയും. സീക്രട്ട് ഓഫ് ക്രിയേഷൻ കേട്ടിട്ടുണ്ടോ? നമുക്ക് വേണ്ടത് എന്തും നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റും, എന്ത് വേണമെങ്കിലും ആയിത്തീരാൻ പറ്റും. നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ മനസ്സിൽ എന്താണോ നമുക്ക് വേണ്ടത് അത് അതുപോലെ മനസ്സിൽ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് അതുപോലെ മനസ്സിൽ സൃഷ്ടിക്കുക. ഈ ലോകത്ത് നിങ്ങളിപ്പോ ഈ ഒരു സെഷൻ ഉണ്ടല്ലോ, ഈ ക്ലാസ്സിൽ 2 പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. ഈ ക്ലാസ് 2 പ്രാവശ്യം ഇരുന്നിട്ടുണ്ട്. നിങ്ങൾ താമസിക്കുന്ന വീടുണ്ടല്ലോ, അത് 2 പ്രാവശ്യം ബിൽഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? മനസ്സിലായവർക്കൊന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ചിലർക്ക് അത് മനസ്സിലായിട്ടുണ്ട്. യെസ് യെസ്. ചിലർക്ക് മനസ്സിലാവില്ല. യെസ്, മനസ്സിലായവരെന്ത് ചെയ്യുക? ഒന്ന് കമന്റ് ചെയ്യുക. മനസ്സിലായി എന്നല്ല, എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ള കമന്റ് ചെയ്യുക. അതായത് ആദ്യം നമ്മളുടെ മനസ്സിൽ ചിന്തയിലാണ്. നിങ്ങൾ ഈ ക്ലാസ് ഇതിനു മുൻപ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ ഈ ക്ലാസ്സിൽ ഇരിക്കണം, ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത് കണ്ടില്ലേ ആ സമയത്ത്? ഇതൊരു വലിയ പ്രധാനപ്പെട്ട ചിന്തയായതുകൊണ്ടല്ലേ രാവിലെ തന്നെ എണീറ്റിട്ടിരിക്കുന്നത്? യെസ് ഓർ നോ? ഫസ്റ്റ് ഇൻ മൈൻഡ് ആൻഡ് ദെൻ റിയാലിറ്റി. ഫസ്റ്റ് ഇൻ മൈൻഡ് ആൻഡ് ദെൻ ഇൻ റിയാലിറ്റി. എന്നെ അദ്ദേഹം പഠിപ്പിച്ച ഡോക്ടർ പി ജി സാർ പഠിപ്പിച്ച ഒരു സീക്രട്ട് എന്ന് പറയുന്നത് ഇതാണ്, ഈ സീക്രട്ട് ഓഫ് ക്രിയേഷൻ. നിനക്ക് എന്ത് വേണം ഷാഫി? നീ നിന്റെ മൈൻഡിൽ ആദ്യം ക്രിയേറ്റ് ചെയ്യും. ഞാനത് അന്ധമായി വിശ്വസിച്ചു. നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബിലീവ് ഇൻ ബ്ലൈൻഡ്ലി. ബ്ലൈൻഡ് ആയിട്ട് ബിലീവ് ചെയ്ത് കഴിഞ്ഞാൽ വലിയൊരു ഷിഫ്റ്റ് നിങ്ങൾക്ക് സംഭവിക്കും. നമ്മൾ പറയുന്ന ആ ഒരു സ്വപ്നലോ നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വിശ്വസിച്ചു കഴിഞ്ഞാൽ, മാജിക്കലി നമ്മൾ വിശ്വസിച്ചു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കും. യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. തോട്ട് മാനേജ്മെന്റിൽ പറയുന്നു പവർ ഓഫ് ഫോക്കസ്. ഫോക്കസിന്റെ പ്രത്യേകത ഫോളോ വൺ കോഴ്സ് അണ്ടിൽ സക്സസ്ഫുൾ. വിജയിക്കുന്നത് വരെ ഒരൊറ്റ ഫോക്കസിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുക. ഫോളോ വൺ കോഴ്സ് അണ്ടിൽ സക്സസ്ഫുൾ. സക്സസ്ഫുൾ ആവുന്നത് വരെ ഒരൊറ്റ കോഴ്സിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഒറ്റ ഇതിലേക്ക് പോടുക, ലക്ഷ്യം അതിൽ തന്നെ ഫോക്കസ് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ആൻഡ് റിപ്പീറ്റേഷൻ ഓഫ് വൺ തോട്ട് വിൽ ക്രിയേറ്റ് എ ന്യൂറോ പാത്വേ. RAS എന്ന് പറയും. നമ്മൾ ഇന്ന് ഇതാണ് പറയാൻ പോകുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു ചിന്ത കൊടുത്തു കഴിഞ്ഞാൽ ഒരു ന്യൂറോ പാത്വേ ബ്രെയിനിൽ രൂപപ്പെടും. നമ്മള് മഴ പെയ്യുമ്പോൾ മഴ പെയ്യുമ്പോൾ വെള്ളം ഇങ്ങനെ വന്ന് വീഴുകയാണ് അല്ലെ? ഈ വെള്ളം വന്ന് വീഴുന്ന വെള്ളത്തെ നമ്മൾ എന്ത് ചെയ്യാണ്? അത് നമ്മൾ എന്താ വെച്ചാൽ ഒരു നമ്മളിങ്ങനെ മണ്ണിൽ ഒരു ചാല് കീറി, ഒരു ചെറുതായിട്ട് മണ്ണ് നീക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ചാല് കീറി. അങ്ങനെ നമ്മൾ അത് വെച്ചാൽ അതിങ്ങനെ കീറി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താ സംഭവിക്കുക? ആ വെള്ളം മുഴുവൻ, വരുന്ന വെള്ളം എന്ത് ചെയ്യും? ആ ഒരൊറ്റ ചാലിലൂടെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങും. എസോർണോ അതിലൂടെ ഒഴുകാൻ തുടങ്ങും. എന്നിട്ട് നമ്മൾ അതെന്ത് ചെയ്യാണ്? ഒന്നുകിൽ നമ്മളുടെ എന്താ വെച്ചാല് കൃഷിയിലേക്കോ അല്ലെങ്കിൽ നമ്മളുടെ കൃഷിയുള്ള സ്ഥലത്തേക്ക് വേണമെങ്കിൽ ഒഴുക്കി വിടാം. അതിൽ നമ്മുടെ തെങ്ങിന്റെ എന്താ പറയാ താഴ്ഭാഗത്തെ അവിടേക്ക് എന്ത് ചെയ്യാം? തെങ്ങിൻ തോപ്പുണ്ടെങ്കിൽ അതിലേക്ക് ഇറക്കി വിടാം. നമുക്ക് എവിടേക്കാണോ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് ആ വെള്ളത്തെ തിരിച്ചുവിടാം. എസോർണോ? ആ വെള്ളത്തിന്റെ ഒഴുക്ക് എന്നതുപോലെ നമ്മുടെ ചിന്തകളെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഏത് കാര്യത്തിലേക്കാണോ വേണ്ടത് അതിലേക്ക് നമുക്ക് തിരിച്ചുവിടാൻ പറ്റും. അത് നമ്മൾ തിരിച്ചുവിടുക എന്നുള്ളത് മാത്രമല്ല, അത് നമ്മൾ തുടക്കത്തിൽ നമ്മൾ കോൺഷ്യസ്ലി ചെയ്യുകയും പിന്നീട് അത് ഓട്ടോമാറ്റിക്കലി അതിലേക്ക് തന്നെ പോകുന്ന ഒരു അവസ്ഥയുണ്ട്.
നമ്മുടെ ചിന്ത അതിനെക്കുറിച്ച് തന്നെ ആവുന്ന ഒരു അവസ്ഥയുണ്ട്. ക്ലിയർ ആണോ പറയുന്നത്? നമുക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് തന്നെ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ലക്ഷ്യം, നമ്മുടെ ലൈഫ് ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. യു തിങ്ക് അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ ലക്ഷ്യത്തെ കുറിച്ച്, ഗോളിനെ കുറിച്ച്, അമേസിംഗ് ലൈഫിനെ കുറിച്ച്, ആൻഡ് യു വിൽ ബിക്കം ദ. അതന്നെ വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ അതിലേക്ക് നമ്മൾ എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്താ വെച്ചാൽ ആ ഒരു സ്വപ്നത്തിലേക്ക്, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ലൈഫിലേക്ക്, അതിനെന്താ ചെയ്യേണ്ടത്? ഒരൊറ്റ തോട്ട് തന്നെ, ആ തോട്ട് എടുത്തിട്ട് എന്തിനെ കുറിച്ചാണോ വേണ്ടത്, ആ ലൈഫിനെ കുറിച്ച്, വേണ്ട ലൈഫിനെ കുറിച്ച് തന്നെ റിപ്പീറ്റേഷൻ ഓഫ് വൺ തോട്ട്, ഒരൊറ്റ ചിന്ത കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു തോട്ടിന്റെ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് അതന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലെ ന്യൂറോ പാത്വേ വരും. എന്താണ് ആ സംഗതി എന്ന് ഞാൻ പറഞ്ഞുതരാം. ന്യൂറോ പാത്വേ എന്താണ്? നമ്മുടെ ബ്രെയിനിൽ ന്യൂറോ പാത്വേ എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഈ കാണുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഈ റെഡ് കളറിൽ കാണുന്നു, ബ്രെയിനിന്റെ പിക്ചറാണ് കാണുന്നത്, അതിൽ റെഡ് കളർ കാണുന്നുണ്ട്. ഇതിലേക്ക് എന്താ വെച്ചാൽ, ഈ റെഡ് കളറിലെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മളുടെ പഞ്ചേന്ദ്രിയങ്ങൾ, ഇതാണ് റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറയും, RAS എന്ന് പറയും. റെറ്റിക്കുലർ നമ്മൾ എന്താണ് ഒരു ചിന്ത തന്നെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ എന്താ വെച്ചാൽ കമന്റ് പോയി തുടങ്ങും. എന്ത്? ഇതാണ് നമുക്ക് ഇമ്പോർട്ടന്റ്, ഇതാണ് നമുക്ക് ഏറ്റവും താല്പര്യം, ഇതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം, ഇത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്നത് എന്നുള്ള ഒരു സംഗതിയിലേക്ക് പോകും. ഇപ്പൊ സോഷ്യൽ മീഡിയ കമ്പനികൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. സ്വർണ്ണോ, നമുക്കിപ്പോ കൺട്രോൾ ഉണ്ടോ? നമ്മൾ എന്ത് കാണണം എന്നുള്ള കൺട്രോൾ നമുക്കുണ്ടോ? ഇല്ല. ദേ ആർ ഡിസൈഡിങ്. അപ്പൊ അത്തരത്തിലുള്ള സംഗതികളോട് നോ പറയണം. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രം സോഷ്യൽ മീഡിയയിൽ തെരഞ്ഞു പിടിച്ച് മാത്രം കാണണം. റീൽസിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ യൂട്യൂബ് വീഡിയോസിനെ പോലെയല്ല, റീൽസും ഷോർട്സിന്റെയും അതേപോലെ തന്നെ വീഡിയോസിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടമില്ലാത്ത കണ്ടന്റുകൾ നമ്മൾ കാണേണ്ട അവസ്ഥയാണ്. അത് ഓരോ 30 സെക്കൻഡിലും ഡിഫറെന്റ് ആയിട്ടുള്ള കോണ്ടന്റുകൾ വരുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ ചിന്ത എപ്പോഴും എന്ത് ചെയ്യാണ്? അവര് ഡിസ്ട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡിസ്റ്റോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ലക്ഷ്യത്തിൽ നമ്മളെ ചിന്തിക്കാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് വേണ്ടി ചിന്തിക്കാൻ അവർക്ക് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഇഫ് യു ആർ യൂസിങ് ഇൻസ്റ്റാഗ്രാം, ഇഫ് യു ആർ വാച്ചിങ് ലോട്ട് ഓഫ് റീൽസ് വീഡിയോസ്, വാട്ട് യു ആർ ഡൂയിങ്, യു ആർ റൂയിനിങ് യുവർ ലൈഫ്. അപ്പൊ നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളോട് യെസ് പറയുന്ന ആൾക്കാരുണ്ടാവും. പല കാര്യങ്ങളും, അതും വേണം ഇതും വേണം അങ്ങനെയും ഇങ്ങനെയും ഒക്കെ ചെയ്യുന്നവരുണ്ടാവും. നിങ്ങളും ചെയ്യുന്നത് എന്താ വെച്ചാൽ നിങ്ങളുടെ അമേസിംഗ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ബെറ്റർ ലൈഫിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യാണ്? വ്യതിചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം എടുക്കുക. വിജയിക്കുന്ന ആൾക്കാരുടെ ഒക്കെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ കുറച്ചു കാര്യങ്ങൾ മാത്രം ചിന്തിക്കുന്ന, അവരുടെ കാര്യങ്ങളെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സംഗതിയാണ്. തോട്ട് മാനേജ്മെന്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം മനുഷ്യന്റെ മനസ്സിനുള്ളിലൂടെ 36,000 മുതൽ 60,000 ചിന്തകൾ കടന്നു പോകുന്നുണ്ട്. ഈ ചിന്തകളിലെ 80% ചിന്തയും 24 മണിക്കൂറിനുള്ളിൽ 36,000 മുതൽ 60,000 ചിന്തകൾ 80% ചിന്തയും എന്റെ ഗുരു പറഞ്ഞതാണ്. എന്നോട് പറഞ്ഞതാണ്, ഷാഫി 36,000 മുതൽ 60,000 ചിന്തകൾ കടന്നു പോകുന്നത്, ഈ ചിന്തയിലെ 80% ചിന്തയും എന്തിനെ കുറിച്ചാണോ അത് നിന്റെ ലൈഫിൽ സംഭവിച്ചിരിക്കും. ഞാനത് അന്ധമായിട്ട് വിശ്വസിച്ചു. ഞാൻ അവിടുന്ന് അങ്ങോട്ട് ചിന്തിച്ചൊരു കാര്യം അതാണ്. 36,000 മുതൽ 60,000 ചിന്തയിലെ 80% ചിന്ത എന്താണ്? എന്റെ ചിന്ത എന്താണ്? എനിക്ക് വേണ്ടിയിരുന്നത് വെച്ചാൽ ഒരു ട്രേഡർ ആവണം, ഒരു കോച്ച് ആവണം, എനിക്കൊരു ബിസിനസ് കെട്ടിപ്പടുക്കണം, ഒരു ബ്രാൻഡായിട്ട് മാറണം. ഇത് മാത്രമായിരുന്നു എന്റെ ചിന്ത. ഐ ഫേംലി ബിലീവ്ഡ് ഇൻ ദാറ്റ്. ഐ വാസ് ക്രേസി അബൌട്ട് ഇറ്റ്. ഐ വാസ് തിങ്കിങ് നത്തിങ് ബട്ട് ദാറ്റ്. അത് മാത്രമാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ച് അത്തരത്തിലുള്ള ചിന്ത കൊടുത്ത് അതിൽ നിന്ന് പിന്മാറാതെ അതിനു വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്ത്, അതിനു വേണ്ടിയിട്ട് അഫർമേഷൻസ് എഴുതി, അതിനു വേണ്ടിയിട്ട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഐ ഹാവ് ഡൺ നത്തിങ് ബട്ട് ദാറ്റ്. അങ്ങനെ ചിന്തിച്ച് ആ ഒരു സംഗതി തന്നെ മനസ്സിലേക്ക് കൊടുത്തപ്പോൾ വാട്ട് ഹാപ്പൻഡ്, ലൈക്ക് യു ബിക്കം ദാറ്റ്. ഞാൻ 10 വർഷം കൊണ്ട് ഗോൾ എഴുതി വെച്ചു ഇന്റർനാഷണൽ ലെവലിൽ ട്രെയിനർ ആവുക എന്നുള്ളത്. പക്ഷേ ഈ പവർ ഓഫ് തോട്ടിന്റെ പ്രത്യേകത കൊണ്ടെന്ന് വെച്ചാൽ 3.5 വർഷം കൊണ്ട് തന്നെ ഇന്റർനാഷണൽ ലെവലിൽ ക്ലാസ്സുകൾ എടുക്കാനും വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ക്ലാസ് എടുക്കാനും കഴിയുന്ന ഒരു അവസരത്തിലേക്ക് നമ്മൾ എത്തി. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ യു ക്യാൻ ആൾസോ അച്ചീവ് ദ സെയിം. യു വിൽ ഡു ഇറ്റ് ആൻഡ് യു ഷുഡ് ഡു ഇറ്റ്. മനസ്സിലാവുന്നുണ്ടോ? You will do it and you should do it.
റെട്ടിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഹ്യൂജ് റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന സംഗതി. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടോ? ഇസ് ഇറ്റ് ഹെൽപ്ഫുൾ? ഇസ് ഇറ്റ് റിയലി ഹെൽപ്ഫുൾ? ഇസ് ഇറ്റ് യൂസ്ഫുൾ ആണോ? നിങ്ങൾക്ക് കൂടുതൽ ഒരു ക്ലാരിറ്റി കിട്ടിയോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ബെറ്റർ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു യെസ്. സോ നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അത് നമുക്ക് ആയിത്തീരാൻ പറ്റും. നമുക്ക് എന്താണോ സൃഷ്ടിക്കുന്നത് നമുക്ക് ആയിത്തീരാൻ പറ്റും. യു ഹാവ് ടു ക്രിയേറ്റ് വാട്ട് ഈസ് ഇൻ യുവർ മൈൻഡ്. നിങ്ങളുടെ മൈൻഡിൽ എന്ത് ചെയ്യണം? ക്രിയേറ്റ് ചെയ്യണം. യു ഹാവ് ടു ക്രിയേറ്റ്. ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് യു ക്യാൻ ക്രിയേറ്റ്. യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിക്കുക, ബിലീവ് ചെയ്യും, വിശ്വസിക്കുക, ഇറങ്ങിത്തിരിക്കണം. നമ്മുടെ ചിന്തകൾ നമ്മൾ എന്താ വെച്ചാൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. ലൈക്ക് വാട്ട് യു ആർ തിങ്കിങ്. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. നമ്മൾ എന്ത് ചിന്തിക്കുന്നുവോ നമ്മുടെ ഫീലിങ്സ് കൊണ്ട്, ചിന്തകൾ കൊണ്ട്, ഫീലിങ്സ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അട്രാക്ട് ചെയ്യും. 36,000 മുതൽ 60,000 ചിന്തകൾ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. ഈ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിന്റെ പ്രത്യേകത നിങ്ങൾ പിന്നീട് അങ്ങനെ 90 ദിവസം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, 90 ദിവസം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അത് ആ ഒരു ചിന്ത തന്നെ കൊടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചിന്തന കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിനിൽ ഇത് രൂപപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ കാണുന്നത് അത് മാത്രമായിരിക്കും, കേൾക്കുന്നത് അത് മാത്രമായിരിക്കും. അതായത് നിങ്ങൾ ഒരു എക്സാമ്പിൾ പറയുക. നിങ്ങൾക്കൊരു ഇന്നോവ കാർ സ്വന്തമാക്കണം എന്ന് നിങ്ങൾ വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു BMW കാർ സ്വന്തമാക്കണം എന്ന് വിചാരിക്കും. ഒരു BMW കാർ എടുക്കും. ഓക്കെ, അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കളർ ഒരു ബ്ലൂ കളർ BMW കാർ. അത് 5 സീരീസ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന, അല്ലെങ്കിൽ ഏതാ സീരീസ് നിങ്ങൾക്ക് തീരുമാനിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, എനിവേ ആ ഒരു കാറ് കറക്റ്റ് ആയിട്ടുള്ള നിങ്ങൾ അത് സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചു, നിങ്ങളുടെ മനസ്സിൽ കൊടുത്തു. 36,000 മുതൽ 60,000 ചിന്തയിൽ 80% അത് തന്നെ കൊടുത്തുകൊണ്ടിരുന്നു. ആ ചിന്തകൾ തന്നെ കൊടുത്തു. നിങ്ങൾ ലൈക്ക് കുളിക്കുമ്പോഴും അത് തന്നെയാണ് ചിന്ത. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴും അത് തന്നെയാണ് ചിന്ത. നിങ്ങൾ രാത്രി ഉറങ്ങുന്നതിന് മുൻപ് അത് തന്നെയാണ് ചിന്ത. അത് ഡ്രൈവ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്തു. അതിലിരുന്ന് യാത്ര ചെയ്യുന്നത്, അതിലിരുന്നിട്ട് മക്കളുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത്, അതിലിരുന്നിട്ട് നിങ്ങൾ ലൈക്ക് ഫിലിമിന് പോകുന്നത്, അതിലിരുന്നിട്ട് ഫാമിലിയായിട്ട് ട്രിപ്പ് പോകുന്നത്, നിങ്ങൾ ഓഫീസിലേക്ക് പോകുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കൂടെ കറങ്ങാൻ പോകുന്നത്, എല്ലാം നിങ്ങൾ അതന്നെ മനസ്സിൽ കണ്ടുകൊണ്ടേയിരുന്നു. അതന്നെ ചിന്തിച്ചുകൊണ്ടിരുന്നു. അത് കഴുകുന്നത്, അത് വാഷ് ചെയ്യുന്നത്, അതിന് മെയിൻ്റനൻസിന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഷോറൂമിൽ പോകുന്നത്, അത് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ടേയിരിക്കണം നിരന്തരം, എല്ലാ ദിവസവും. ഒരു 10-30 തവണ നിങ്ങൾ കാണുന്നുണ്ട് മനസ്സിൽ. ഇതെന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെക്കുറിച്ച് എഴുതുന്നു, അതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുന്നു. ആൻഡ് വാട്ട് ഹാപ്പൻസ്? ഒരു 90 ദിവസം കഴിയുമ്പോൾ എന്താ സംഭവിക്കാന്നറിയാം? 90 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ റെറ്റിക്കുലർ ആക്ടിവേറ്റിംഗ് സിസ്റ്റം രൂപപ്പെട്ടിട്ടുണ്ടാവും നിങ്ങളുടെ ബ്രെയിനിൽ, ഈ കാറിന് വേണ്ടിയിട്ട്. നിങ്ങൾ പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ, റോഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് കാറ് കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ഏത് കാറ് കാണും? വേറെ ഏത് കാറ് കണ്ടിട്ടില്ലെങ്കിലും നിങ്ങൾ ഏത് കാണും? ഈ പറഞ്ഞിരിക്കുന്ന BMW കാറ് നിങ്ങൾ കാണും. സ്വർണം, അത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരും. അപ്പൊ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങുന്നത്, ഞാനിപ്പോ ഒരു വണ്ടി എടുക്കാൻ നോക്കുമ്പോൾ ഇത് തന്നെയാണല്ലോ എല്ലാവരുടെ കയ്യിലും. കാരണം നിങ്ങൾ അത് കൂടുതൽ കാണാൻ തുടങ്ങി. ഇനി ഇതിന് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. വേറൊരു എക്സാമ്പിൾ. നിങ്ങൾ ആഗ്രഹിച്ച ഒരു വാഹനം നിങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഏതെങ്കിലും ആഗ്രഹിച്ചിട്ടുള്ള ഒരു വാഹനം, അതൊരു സ്കൂട്ടി ആവാം, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ. അത് ഒരു 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 മാരുതി ആവാം, അല്ലെങ്കിൽ ലൈക്ക് ഒരു വട്ടെവർ, ഏതെങ്കിലും ഒരു ചെറിയ കാറാവാം. നിങ്ങൾ ആഗ്രഹിച്ചൊരു വാഹനം നിങ്ങൾ സ്വന്തമാക്കി. അത് വാങ്ങുന്നതിന്റെ ഒരു 3 മാസം മുൻപുള്ള അവസ്ഥ എന്താ, അല്ലെങ്കിൽ 2 മാസം മുമ്പുള്ള അവസ്ഥ എന്താ? ചിന്ത അതിനെക്കുറിച്ച് തന്നെ അല്ലായിരുന്നു. 36,000 മുതൽ 60,000 ചിന്തയിൽ 80% ചിന്തകളും അതിനെക്കുറിച്ച് തന്നെ ആയിരുന്നില്ലേ? വീട് വെക്കാൻ ആഗ്രഹിച്ച് വീട് വെച്ചതിന് മുമ്പുള്ള എന്തായിരുന്നു അവസ്ഥ? ആ ഒരു ചിന്ത മാത്രമായിരുന്നില്ല. ഏകദേശം 1 വർഷത്തോളം ചിലപ്പോൾ അതന്നെ ആയിരിക്കും ചിന്ത. യെസ് ഓർ നോ? നിങ്ങൾ ജോലി വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ച അതിന്റെ ആ ഒരു 3 മാസം മുമ്പ്, 2 മാസം മുമ്പ് എന്തായിരുന്നു ചിന്ത? ജോലി ലഭിക്കണം, ജോലി ലഭിക്കണം, ജോലി ലഭിക്കണം, ജോലി ലഭിക്കണം, ജോലി ലഭിക്കണം. യെസ് ഓർ നോ? അപ്പൊ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു തീവ്രമായിട്ട്, അത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ തുടങ്ങും.
ഇതറിയില്ല എന്നുള്ളതാണ് നമ്മൾ അധികം ആൾക്കാരുടെ അവസ്ഥ. സോ തിങ്ക് അബൌട്ട് വാട്ട് യു വാണ്ട്, യു ക്യാൻ ക്രിയേറ്റ് എ ലൈഫ് ദാറ്റ് യു ക്യാൻ. അപ്പൊ ഈ ഒരു റെറ്റിക്കുലർ ആക്ടിവിറ്റി സിസ്റ്റം ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറെ മെത്തേഡുകളുണ്ട്. നമുക്കത് ജസ്റ്റ് ചിന്തിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ആ ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൂളുകളുണ്ട്. ആ ടൂളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൂളുകൾ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യാറുള്ളത്, അത് നമ്മൾ പഠിക്കേണ്ടത്. അപ്പൊ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് കൂടുതൽ പഠിക്കണം, ഇത് എങ്ങനെ സെറ്റ് ചെയ്യും, RIS എങ്ങനെ സെറ്റ് ചെയ്യും, അതിന് വേണ്ടിയുള്ള സ്റ്റെപ്സ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടോ? Are you interested? Just comment down. If you are interested, just comment down. Just comment down. If you are interested, just comment down. I am interested. Interested. Just comment down. Okay? If you are interested, just comment down. Interested ആണെന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഡെപ്തിൽ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. ഡെപ്തിൽ നിങ്ങൾ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 10 days ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ മാറ്റിവെക്കാൻ വില്ലിങ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ മാസ്റ്റർ ആക്കി തരാൻ പറ്റും. ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഡെപ്തിൽ നിങ്ങൾക്ക് നോളജ് തന്ന് നിങ്ങളുടെ ടോട്ടൽ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഒരു വർക്ക് ബുക്ക് ഒക്കെ വെച്ചിട്ട് നിങ്ങളെ കൊണ്ട് ഹോംവർക്ക് ചെയ്ത് നിങ്ങളുടെ കൂടെ ഒരുമിച്ചിരുന്നിട്ട് വി ക്യാൻ വർക്ക് ടുഗെദർ. ഓൺലൈനിൽ നമ്മളൊരു സെഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട് 10 days. അതേപോലെ ഒരു 1 day വർക്ക്ഷോപ്പും വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണെന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഇറ്റ്സ് അപ് ടു യു. പക്ഷെ ഈ പറഞ്ഞിരിക്കുന്ന രീതിയിൽ എന്ന് വെച്ചാൽ ഒരു 10 days ഓൺലൈൻ വർക്ക്ഷോപ്പ് വരുന്നു. അപ്പൊ ഓഫ്ലൈൻ പ്രോഗ്രാം കുറച്ച് കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പൊ ഇത് ഇപ്പൊ നമ്മളെന്ന് വെച്ചാൽ ഒരു 10 days ഒരു കോച്ചിങ്ങിലൂടെ നമുക്ക് ഇൻ ഡെപ്തിൽ കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചത്. അത് പഠിപ്പിച്ചിട്ട് എന്താ വെച്ചാൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അതിൽ നിങ്ങൾക്ക് PCA സപ്പോർട്ട് ഉണ്ടാകും. അതായത് പേഴ്സണൽ കോച്ചിങ് അസിസ്റ്റന്റ് ഉണ്ടാവും. നിങ്ങൾക്ക് നമ്മളൊരു നിങ്ങൾക്ക് കൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ കൂടെ ഒരാളെ സെറ്റ് ചെയ്ത് തരും. അപ്പൊ നമ്മുടെ ഇതിന് കോഴ്സ് ഫീ വരുന്നത് 7,000 rupees ആണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, നിങ്ങൾക്ക് വെച്ചാൽ ഡെപ്തിൽ എന്താണ് മനസ്സ്, എങ്ങനെയാണ് നിങ്ങൾ മനസ്സിന് കാര്യങ്ങൾ ചെയ്യുന്നത്, മനസ്സിൽ ചിന്തകൾ എങ്ങനെ കറക്റ്റ് ചെയ്യാം, എങ്ങനെ RIS സെറ്റ് ചെയ്യാം, എങ്ങനെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങളുടെ ബ്രെയിനിലേക്ക് നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന സിഗ്നലുകൾ കൊടുക്കാം, എങ്ങനെയാണ് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ആ ചിന്ത കൊടുത്തുകൊണ്ടേ ഇരുന്നിട്ട് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എങ്ങനെ അട്രാക്ട് ചെയ്തെടുക്കാം, അതിന് വേണ്ടിയിട്ട് ഏതെല്ലാം പ്രാക്ടീസുകളാണ് ചെയ്യേണ്ടത്. മെഡിറ്റേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തന്നെ അതിന് RIS സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത്, നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡുകൾ എഴുതേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട്, ഇതിനെക്കുറിച്ചൊക്കെ ഡെപ്തിൽ പഠിപ്പിക്കുന്നു. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, വി ക്യാൻ വർക്ക് ഓൺ ദാറ്റ്. നിങ്ങൾ നിങ്ങളുടെ ബിസിനസ് ഗോളുകൾ എങ്ങനെ സെറ്റ് ചെയ്യും, നിങ്ങളുടെ ഹെൽത്ത് ഗോളുകൾ എങ്ങനെ സെറ്റ് ചെയ്യും, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോളുകൾ എങ്ങനെ സെറ്റ് ചെയ്യും, നിങ്ങളുടെ മറ്റുള്ള കരിയർ ഗോളുകൾ എങ്ങനെ സെറ്റ് ചെയ്യും, ഒരു ഹാപ്പി ഫാമിലി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പുരുഷ സൈക്കോളജി എന്താണ്, സ്ത്രീ സൈക്കോളജി എന്താണ്, മക്കളെ എങ്ങനെ വളർത്തേണ്ടത്, അവരുടെ ഒരു സൈക്കോളജി ഉണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം ഇൻ ഡെപ്തിൽ നമ്മൾ എന്ത് ചെയ്യും, ക്ലാസ്സുകൾ എടുക്കും. ഈ രൂപത്തിൽ നമ്മൾ എന്താ വെച്ചാൽ ഗൈഡ് ചെയ്ത് നിങ്ങളെ സഹായിക്കാൻ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, അതിന് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അതായത് 8086880775 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വിളിക്കാവുന്നതാണ്. ടീം ആ ഒരു നമ്പർ ഇവിടെ എന്ത് ചെയ്യാം, ജസ്റ്റ് എന്ത് ചെയ്യാം, ചാറ്റിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം. ഓക്കെ, 8086880775 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അതിന്റെ പേയ്മെന്റ് എടുക്കാം. അതിലേക്ക് ഗൂഗിൾ പേയിൽ നിങ്ങൾക്ക് ചെയ്യാം. 8086. ഈ ക്ലാസ് വരുന്നത് എല്ലാ ദിവസവും രാത്രി ഈവനിങ്ങിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക. 7:30 മുതൽ 9:30 വരെയാണ് ക്ലാസ് ഉണ്ടാവുക. ഓക്കെ, ഒരു 9 o'clock ദെൻ ഏകദേശം ഒരു 9:30 വരെ അതിനുള്ളിൽ ക്ലാസ് ഉണ്ടാവും. 2 hours സെഷൻ. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, ആ കോഴ്സിലേക്ക് എന്ത് ചെയ്യാം, വരാം. ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് എന്ത് ചെയ്യാം, നമ്മൾ പബ്ലിക് ചാറ്റിലുണ്ട് കേട്ടോ. 8086880775. ഓക്കെ, ഇതാണ് നമ്പർ. ഈ നമ്പറിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യാം, ഗൂഗിൾ പേ ചെയ്യാം. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതായത് 7,000 rupees ആണ് കോഴ്സ് ഫീ വരുന്നത്. പക്ഷേ അതിന്റെ ബെനിഫിറ്റ് എന്താണ്, ഈ പറഞ്ഞിരിക്കുന്ന 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ള PCA സർവീസ് ഉണ്ടാകും. ഈ 21 ദിവസം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മുടെ RIS സെറ്റ് ചെയ്തെടുക്കാനുള്ള ഏറ്റവും മിനിമം ടൈം എന്ന് പറയുന്നത് ആദ്യ ഘട്ടം എന്ന് പറയുന്നത് 21 days ആണ്. RISന്റെ ആദ്യ ഘട്ടം എന്ന് പറയുന്നത്. പിന്നീട് അവിടെ അങ്ങോട്ട് എന്ന് വെച്ചാൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ എല്ലാ ദിവസവും എന്ന് വെച്ചാൽ മോർണിംഗിൽ അഡീഷണൽ ക്ലാസ്സുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ആൻഡ് വി ബിക്കം എ കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിരന്തരം കാര്യങ്ങൾ പഠിച്ച് നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് നിങ്ങളുടെ പ്രോബ്ലംസ് ഹീൽ ചെയ്തിട്ട് പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് അത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് വരാം. എന്നിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഗ്രോ ചെയ്ത് പഠിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ മറക്കരുത്, ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ്, ജസ്റ്റ് കോൺടാക്ട് നമ്പർ. ആ നമ്പറിൽ എന്ത് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ളത് അറിയിക്കാം.
എന്താണ് മനസ്സ് എന്നുള്ളത് നമ്മൾ പഠിക്കും. മനസ്സിനെ നമ്മളെ സക്സസിന് വേണ്ടിയിട്ട് ഒരുക്കുന്ന രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ, സംഗതികളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യും. നമ്മുടെ ട്രോമാസ് ഹീൽ ചെയ്യുക, നമ്മുടെ സക്സസ് ബ്ലോക്കുകൾ റിമൂവ് ചെയ്യുക, ഇതെല്ലാം റിമൂവ് ചെയ്ത് മൈൻഡിനെ സക്സസിന് വേണ്ടി റെഡിയാക്കി വെച്ചതിന് ശേഷം അതിലേക്ക് ഗോൾ എന്ന് പറയുന്ന വിത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ പാകണം. ആ ഗോൾ, ലക്ഷ്യത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ, ആശയങ്ങളും സംഗതികളും പാകിയതിനു ശേഷം ആ ലക്ഷ്യം മനസ്സിൽ നിന്ന് കിട്ടേണ്ട എല്ലാ ക്രിയേറ്റിവിറ്റി, അനാലിറ്റിക്കൽ തിങ്കിങ്, ഈ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവ് തിങ്കിങ്, അതേപോലെ തന്നെ മോട്ടിവേഷൻ, സെൽഫ് മോട്ടിവേഷൻ, സെൽഫ് ഡിസിപ്ലിൻ, ഈ പറഞ്ഞിരിക്കുന്ന വിൽ പവർ, ഇങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും പ്യുവർ ആയിട്ടുള്ള അല്ലെങ്കിൽ ശുദ്ധീകരിച്ചിട്ടുള്ള ഒരു മനസ്സിൽ നിന്ന് എന്ത് ചെയ്യും, ഇതിനുള്ള എല്ലാ ഗോളുകളും, ഈ ഗോളിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിൽ നിന്ന് ലഭിക്കണം. അതിനാണ് ആദ്യ ഘട്ടത്തിൽ നമ്മൾ മൈൻഡിനെ പ്യൂരിഫൈ ചെയ്യുന്ന സെഷനിലേക്ക് വരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഗോളുകൾ സെറ്റ് ചെയ്യും. ഗോളുകൾ സെറ്റ് ചെയ്തിട്ട് ആ ഗോളുകൾ ഓരോന്നും അതിൽ RAS സെറ്റ് ചെയ്തിട്ട് എങ്ങനെ ആ ഗോളിലേക്ക് കറക്റ്റ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പോകാം എന്നുള്ളതും കൂടി നമ്മൾ പഠിപ്പിക്കും. അങ്ങനെ പഠിച്ചതിന് ശേഷം എന്ന് വെച്ചാൽ അതിന്റെ ഒരു 90 ദിവസം എന്തൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, ഏത് രീതിയിലാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത്, ഫ്യൂച്ചറിൽ എങ്ങനെയാണ് പോകേണ്ടത്, അതിലേക്കുള്ള ഷോർട്ട് കട്ടുകൾ എന്താണ്, സീക്രട്സുകൾ എന്താണ്, അത് കഴിഞ്ഞതിന് ശേഷമാണ് വെച്ചാൽ മൂന്നാമത്തെ പാർട്ടിൽ വരുന്നത് വെച്ചാൽ ഇൻ ഡെപ്തിൽ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിലേക്ക് അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സീക്രട്ടുകൾ, ഷോർട്ട് കട്ടുകൾ, ഓരോ ഗോളുകളിലേക്കും നമുക്ക് എത്താൻ പറ്റിയിട്ടുള്ള സംഗതികൾ. ഇപ്പൊ ഒരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളാണെന്നുണ്ടെങ്കിൽ വെൽത്തിലെ നമ്പർ 1 കോച്ചുമാർ എന്താണ്, വേൾഡിലെ കോച്ചുമാർ എന്താണ് പഠിപ്പിക്കുന്നത്, ആ കാര്യങ്ങൾ നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. അതേപോലെ തന്നെ നമുക്കൊരു ഹാപ്പി ഫാമിലി ക്രിയേറ്റ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് പാരന്റിങ്, എങ്ങനെയാണ് മക്കളെ നമ്മളെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് നമ്മൾ ട്യൂൺ ചെയ്ത് കൊണ്ടുവരിക, അവരുടെ സൈക്കോളജി എന്താണ്, കുട്ടികളുടെ സൈക്കോളജി എന്താണ്. അതേപോലെ തന്നെ ഇന്നത്തെ കാലത്ത് മോഡേൺ വേൾഡിൽ ടോട്ടലി ഡിഫറെന്റ് ആണ്. 5 വർഷം മുമ്പുള്ള ലൈഫ് അല്ല ഇപ്പോൾ. 5 വർഷം മുമ്പുള്ള ഒരു കോൺസെപ്റ്റേ അല്ല, ഫാമിലി കോൺസെപ്റ്റ് അല്ല ഇപ്പോഴത്തെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമും ഈ പറഞ്ഞിരിക്കുന്ന സോഷ്യൽ മീഡിയ ഒക്കെ വന്നതിന് ശേഷം, അതിപ്രസരം ഉണ്ടായതിനു ശേഷമുള്ള ആൾക്കാരുടെ കാഴ്ചപ്പാട്, മക്കളുടെ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെന്റ് ആണ്. സോറി, അപ്പൊ ആ ഒരു ഈ ഒരു വേൾഡിനനുസരിച്ച്, ഈ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് എങ്ങനെയാണ് നമ്മളുടെ ഫാമിലി ലൈഫിനെ നമ്മൾ ട്യൂൺ ചെയ്തെടുക്കുക, ഏത് രീതിയിലാണ് നമ്മൾ ചിന്തിക്കുക എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എന്ന് വെച്ചാൽ ഇൻ ഡെപ്തിലുള്ള ഡിസ്കഷൻസ് നടത്തും. സോ ദെൻ വാട്ട് ഹാപ്പൻസ് ഇസ് നമ്മളുടെ ലൈഫിലേക്ക് നമുക്ക് എന്ന് വെച്ചാൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ ഇടയിൽ നമുക്ക് നല്ല രീതിയിലേക്ക് ആ ഒരു റൊമാൻസ്, ആ നല്ല രീതിയിലേക്കുള്ള സെക്സ് ലൈഫ് ബ്യൂട്ടിഫുൾ ആക്കി കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് നമ്മുടെ ഇമോഷൻസിനെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുക, പക്വതയോട് കൂടിയിട്ട് എങ്ങനെയാണ് നമ്മൾ പെരുമാറുക, ഇങ്ങനെ ടോട്ടൽ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റുന്ന ഒരു 10 days വർക്ക്ഷോപ്പാണ്. ദിസ് ഇസ് എ ഹ്യൂജ് വർക്ക്ഷോപ്പ്. ഇത് ഹീലിംഗ് മാത്രമല്ല, നിങ്ങൾക്ക് ലൈഫ് പ്ലാനിങ് നടക്കും, ഒരു ടോട്ടൽ ലൈഫ് പ്ലാനിങ് നടക്കും, ഓരോ ഏരിയാസിലും ക്ലാരിറ്റി ഉണ്ടാകും. നിങ്ങളുടെ ഹെൽത്ത്, വെൽത്ത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഹെൽത്ത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന വെൽത്ത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കരിയർ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഫാമിലി ലൈഫ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്പിരിച്വാലിറ്റി, നിങ്ങൾ ആഗ്രഹിക്കുന്ന നോളജ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടോട്ടൽ ലൈഫിലെ ട്രാൻസ്ഫോർമേഷൻ, അത് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നത് ഇറ്റ്സ് എൻ അമേസിംഗ് എക്സ്പീരിയൻസ്. സോ ഗോ ആൻഡ് ഗ്രാബ് ദിസ് ഓപ്പർച്യൂണിറ്റി. ആക്ച്വലി 21,000 rupees ആണ് അതിന്റെ കോഴ്സ് ഫീ വരുന്നത്. അത് നമ്മൾ എന്താ ഷാലി പറഞ്ഞിരിക്കുന്ന 7,000 rupees എന്ന് വെച്ചാൽ ടോട്ടൽ ലൈവ് ക്ലാസ് ആയിരിക്കും. നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യണം. ഇൻ ഡെപ്ത് വർക്ക് ചെയ്യാനുള്ള ഏകദേശം വർക്ക് ബുക്ക് ഉണ്ട്. ആ വർക്ക് ബുക്ക് എന്താ വെച്ചാൽ അതിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇൻ ഡെപ്തിൽ വർക്ക് ചെയ്യാനുണ്ടാവും. ആ വർക്ക് ബുക്ക് നിങ്ങൾക്ക് നൽകുന്നതാണ്. ഓക്കെ, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഐ വാണ്ട് യു ടു ജോയിൻ ഫോർ ദ പ്രോഗ്രാം ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, എനിവേ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ സെഷനിലും നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഒരുപാട് പുതിയ അറിവുകൾ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. പിന്നെ നമ്മളുടെ ഈ ഒരു ക്ലാസ്സിനെ കുറിച്ച് നമ്മൾ ഇതിന്റെ റെക്കോർഡിംഗ് നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അല്ലേ, ഓരോ ദിവസവും. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കമ്മ്യൂണിറ്റിയിലേക്ക് കൂടുതൽ ആൾക്കാരെ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക. നല്ല രീതിയിലേക്ക് നമ്മുടെ ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് അറിവുകളുമായിട്ട്, പുതിയ ക്ലാസ്സുകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഡേറ്റ് എന്താണെന്ന് ഞാൻ ചോദിച്ചത്, 5-ാം തീയതിയാണ് നമ്മൾ ആരംഭിക്കുന്നത്. അടുത്ത മാസം 5-ാം തീയതിയാണ് ആരംഭിക്കുന്നത്. ബട്ട് രജിസ്ട്രേഷൻ എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യുക. ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്ട്രേഷനിലേക്ക് എന്ത് ചെയ്യുക, വരാൻ ശ്രമിക്കുക കേട്ടോ, മറക്കരുത്. ഇൻട്രസ്റ്റഡ് ആണ് ഒമർ ഓക്കെ, മൊയ്തീൻ കുട്ടി സാർ ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ഗുഡ്. ഓക്കെ, ഞാൻ നിങ്ങളുടെ നമ്പർ ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, വെരി ഗുഡ്. നമ്പർ എന്ന് വെച്ചാൽ ടീം മെമ്പർ എന്ത് ചെയ്യുക, നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഡേറ്റ് എന്ന് വെച്ചാൽ 5-ാം തീയതി, അടുത്ത മാസം 5-ാം തീയതി മുതലാണ് ആരംഭിക്കുന്നത്. 10 days. ഇറ്റ് വിൽ ബി എ ലൈഫ് ചേഞ്ചിങ് ജേർണി. ഐ വാണ്ട് യു ടു ഹാവ് വിത്ത് മീ. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്താ വെച്ചാൽ ഒരു മീറ്റപ്പ് ഒക്കെ വെക്കും. നിങ്ങൾ എല്ലാവരും വരണം, പരമാവധി ആൾക്കാർ ഇതിലേക്ക് വരണം. വരാൻ പറ്റുമോ? ആർ യു ഇൻട്രസ്റ്റഡ് ഫോർ എ മീറ്റപ്പ്? നമുക്ക് ജസ്റ്റ് വളരെ എന്താ പറയുക, ഒരു നല്ലൊരു മീറ്റപ്പ് ഒക്കെ വെച്ച് നമുക്ക് മീറ്റ് ചെയ്യണം. എന്നിട്ട് നമുക്ക് എന്താ വെച്ചാൽ നമ്മളുടെ ഒരു പോസിറ്റീവ് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് നമ്മൾ നല്ല രീതിയിലേക്ക് ഹെൽപ്പ് ചെയ്തിട്ട് പോകുന്ന ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് നമുക്ക് വളരാൻ പറ്റണം. അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറയാണ്. ഇന്നത്തെ സെഷനിൽ ജോയിൻ ചെയ്തിട്ടുള്ള നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പ്ലീസ് ടേക്ക് ക്ലാസ് ഇൻ ദ മോർണിംഗ് സർ. അഭിലാഷ് മുത്തേടത്ത് ക്ലാസ് മോർണിംഗിൽ എടുക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, മോർണിംഗിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം കേട്ടോ.
മോർണിംഗ് ടൈമിലേക്ക് നമ്മുടെ ക്ലാസ്സുകൾ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ നോക്കാം. എല്ലാവർക്കും അത് പോസിബിൾ ആണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഡു ദാറ്റ്. ബട്ട് ലെറ്റ് മീ ചെക്ക്. ഓക്കെ, ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ വിൽ ഡു ഇറ്റ്. അതിന് നമുക്ക് പ്രയാസമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ കമ്മ്യൂണിറ്റി ഓഫ്ലൈൻ ആയിട്ട് വെക്കണം. വെരി ഗുഡ് മുർഷീദ്, തീർച്ചയായിട്ടും വെക്കും. അപ്പോൾ ജോയിൻ ചെയ്തിട്ടില്ല നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു 3 ഫ്രണ്ട്സിലേക്ക് നമ്മളുടെ മോർണിംഗ് ക്ലാസ്സുകൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം നമുക്ക് കിട്ടിയിട്ടുള്ള അറിവ്, നമ്മളുടെ ലൈഫ് ബെറ്റർ ആവുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് നന്മ ചെയ്യുമ്പോഴാണ്. മറ്റുള്ളവർ നമ്മൾ അതിന്റെ ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുമ്പോഴാണ്. എന്താണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഗ്രാറ്റിറ്റ്യൂഡ്? ആർ യു ഗ്രേറ്റ്ഫുൾ? നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആണോ? നിങ്ങൾ ഹാപ്പി ആണോ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കൊരു ഈ ക്ലാസ് കിട്ടിയതിന് പ്രപഞ്ച് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗൈഡൻസ് കിട്ടുന്നതിന്, സപ്പോർട്ട് കിട്ടുന്നതിന് കൃതജ്ഞതയുള്ളവരാണോ, നന്ദിയുള്ളവരാണോ? then you can express that gratitude. അത് ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പ്രസ് ചെയ്യാം. എന്ത് കൂടുതൽ ആൾക്കാരിലേക്ക് ഈ ഒരു അറിവിനെ എത്തിച്ചു കൊടുത്തുകൊണ്ട് അവരോട് പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുക, എക്സ്പ്രസ് ദാറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. അതിലൊരിക്കലും പിശുക്ക് കാണിക്കരുത്. എന്ന് വെച്ചാൽ യു ഷുഡ് ഓൾവേസ് ഹാവ് എ ഗ്രേറ്റ്ഫുൾ ആറ്റിറ്റ്യൂഡ്. ഒരു അബണ്ടന്റ് മൈൻഡ് സെറ്റ് ഉണ്ടാകണം. എന്നെ പോലെ എല്ലാവരുടെ ലൈഫിലും എന്തുണ്ടാകണം, നന്മയുണ്ടാകണം, വളർച്ചയുണ്ടാകണം, ഹാപ്പിനെസ് ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ പ്രവർത്തിക്കണം. അപ്പൊ ഒരു 3 പേരിലേക്ക് എന്ത് ചെയ്യുക, പാസ് ഇറ്റ് ഫോർവേഡ്. ഞാൻ നിങ്ങളിലേക്ക് നൽകുന്നു, നിങ്ങൾ എന്ത് ചെയ്യുന്നു, അടുത്തൊരു 3 പേരിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ നൽകുക, അവരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ക്ലാസ് എന്തായാലും നടക്കുന്നുണ്ട്. അപ്പൊ ക്ലാസ് നടക്കുന്ന ക്ലാസ്സിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, റെഡി? ആൻഡ് ലെറ്റ്സ് ഇൻവൈറ്റ് എല്ലാവരുടെയും ലൈഫിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവർക്ക് അറിയാത്ത അറിവുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട്. ശരിക്കും യൂസ്ഫുൾ അല്ലേ ഇത്? നമ്മളിത് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ? നമുക്ക് ഒരുപാട് പേരുടെ ലൈഫിലേക്ക് ഇത് ഉപകാരപ്പെടുന്ന കാര്യമല്ലേ? ഇറ്റ്സ് ഓക്കെ. EFT കഴിഞ്ഞവർക്കാണോ ഈ ക്ലാസ്? EFT കഴിഞ്ഞവർക്കും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അല്ലാത്തവർക്കും അറ്റൻഡ് ചെയ്യാം. നോ ഇഷ്യൂ. EFT കഴിയണം നിർബന്ധമില്ല കേട്ടോ. റുക്സാന, താങ്ക് യു സോ മച്ച്. ഇത് ടോട്ടലി ഡിഫറെന്റ് ക്ലാസ് ആണ്. ഓക്കെ, വെരി ഗുഡ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പ്രശാന്ത് സാർ ചോദിക്കാനുണ്ടോ? പ്രശാന്തൻ സാർ, ഓക്കെ. ഹലോ സാർ. ചോദിച്ചോളൂ. ഗുഡ് മോർണിംഗ് സാർ. സാർ, ഒരു സംശയം എന്താ വെച്ചാൽ, സാർ ഇപ്പൊ പറഞ്ഞു 36,000 മുതൽ 60,000 ചിന്തകളിൽ 80% ചിന്ത എന്തിനെ കുറിച്ചാണോ അത് ആണ് റിസൾട്ട് ആയിട്ട് വരുന്ന പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മളിപ്പോ ഒരുപാട് ഗോൾ സെറ്റ് ചെയ്തിട്ടില്ല സാറേ. വെൽത്ത് ഗോള്, ഹെൽത്ത് ഗോള്, അതുപോലെ. അപ്പൊ അന്നേരം സാറ് പറഞ്ഞു വരുന്നത് ഇതിൽ ഏതെങ്കിലും ഒന്ന് മാത്രം ചിന്തിക്കാനാണ് സാർ ഉദ്ദേശിച്ചത്. സാർ പറഞ്ഞത് ക്ലിയർ ആയിട്ട്. ഓക്കെ, ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നിങ്ങൾക്ക് 90 ദിവസം പെട്ടെന്ന് ഇമ്മീഡിയറ്റ്ലി നിങ്ങൾക്ക് എന്ത് റിസൾട്ട് ആണോ വേണ്ടത്, നിങ്ങളുടെ ഏറ്റവും ടോപ്പ് റിസൾട്ട് ഏതാണ്ട്, ഒരുപാട് ഗോളുകൾ ഉണ്ടാവും, അതിൽ ഒരെണ്ണം എടുക്കുക. എന്നിട്ട് അതിനെ ചുറ്റിപ്പറ്റി ബാക്കിയുള്ള ഗോളുകളെ നിങ്ങൾ എന്ത് ചെയ്യുക, കണക്ട് ചെയ്തെടുക്കുക. അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് എന്താ വേണ്ടത്, അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ്ലി അർജന്റ്ലി ഒരു ഗോൾ അച്ചീവ് ചെയ്യണം എന്ന് നിർബന്ധമുണ്ടോ? 2 ഓപ്ഷനാണ് നിങ്ങൾക്കുള്ളത്. ഒന്നുകിൽ അൾട്ടിമേറ്റ് എൻഡ് ഗോൾ എടുക്കുക. എൻഡ് ഗോൾ എടുത്തു കഴിഞ്ഞാൽ ആ എൻഡ് ഗോളിലേക്ക് എത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. അതിനുവേണ്ട പ്രാക്ടീസ് കൊടുത്തുകൊണ്ടിരിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സ്പെസിഫിക് ആയിട്ട് അർജന്റ് ആയിട്ട് നിങ്ങൾക്ക് വേണം ഇത്ര രൂപ നേടണം എന്നാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പൊ ഒരു അർജന്റ് ആയിട്ട് സംഗതികളുണ്ട്. അതാണെന്നുണ്ടെങ്കിൽ ആ സാധനം എടുക്കുക. നെസസിറ്റി ഉള്ളൊരു സാധനം ഉണ്ടെങ്കിൽ, ഗോൾ ഉണ്ടെങ്കിൽ അത് എടുക്കുക. അതല്ലെങ്കിൽ ഓവറോൾ അൾട്ടിമേറ്റ്ലി വേണ്ട ഒരു ഗോൾ എടുക്കുക. യു ഗോട്ട് ഇറ്റ്? ഒരെണ്ണം എടുക്കുക. എന്നിട്ട് അതിലേക്ക്, കാരണം ആ വലിയ ഗോളിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ, ചില ഗോളുകളുണ്ട് അതിലേക്ക് നിങ്ങൾ എത്തിയ ബാക്കി എല്ലാ ഗോളും നടക്കും. ശരിയാണോ? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഗോൾ എടുക്കുക. അതായത് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കരിയറിൽ ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കൂടെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ, നല്ലൊരു വീട് വെക്കാനുള്ള കാര്യം അതിന്റെ കൂടെ നടക്കും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇപ്പോ ടൈമിൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇനി അത് ഒരു സൈഡിൽ കാണണം. ഓക്കെ, ഒരു സൈഡിൽ അതിന് വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം, കാര്യങ്ങൾ ചെയ്യണം. അതേപോലെ തന്നെ ഇമ്മീഡിയറ്റ്ലി അടുത്തൊരു 3 മാസത്തിനുള്ളിൽ, അടുത്ത 6 മാസത്തിനുള്ളിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണം, എന്തെങ്കിലുമൊക്കെ റിസൾട്ട് കൊണ്ടുവരണമെങ്കിൽ അത് എടുത്തു കഴിഞ്ഞാൽ അത് ഭയങ്കര പവർഫുൾ. നിങ്ങൾ ഇത് വെച്ചിട്ട് പരീക്ഷിക്കുകയാണ് വേണ്ടത്, ഇത് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാണ് വേണ്ടത്, ഇത് വെച്ചിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ ചെക്ക് ചെയ്യാണ് വേണ്ടത്. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ഓട്ടോമാറ്റിക്കലി അതിൽ നിന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് കിട്ടും, വിശ്വാസം കിട്ടും. നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ അതിലേക്ക് തന്നെ നിരന്തരം പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ക്ലിയർ ആണോ? ഓക്കെ, അതിലെ പറയുന്നത് ഗവൺമെന്റ്. വെരി ഗുഡ്. സോ കീപ് ഓൺ ഡൂയിങ് ഇറ്റ്. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. എനി അതർ ഹാവ് എനി ക്വസ്റ്റ്യൻസ്? മറക്കരുത്, നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്നത്തെ റെക്കോർഡ്സ് എന്ത് ചെയ്യുക, ഇന്നത്തെ ക്ലാസ്സും എന്താ വെച്ചാൽ പരമാവധി ഗ്രൂപ്പുകളിലേക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ അയച്ചു കൊടുക്കുക. അവർ ഈ ക്ലാസ്സുകൾ കേട്ട് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ലൈഫിൽ ഒരു വലിയൊരു ചേഞ്ചിലേക്ക് അത് സഹായിക്കും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ഇതാണ് കേട്ടോ. വി ക്യാൻ ഡു ദിസ്.
ഏറ്റവും ഭയങ്കരമായിട്ട് നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ ഇത്രയും ആൾക്കാരിലേക്ക് നമുക്ക് ഇത് എത്തിക്കാൻ പറ്റുമെന്ന്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിന്, നന്മയ്ക്ക് നമുക്ക് അധികം വൈകാതെ ഒരു മീറ്റപ്പ് വെക്കാനുള്ള ഡേറ്റ് നമുക്ക് ഫിക്സ് ചെയ്യാം. വിൽ ഹാവ് എ ഉഷാറായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നല്ല രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നത്. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. വളരെയധികം സന്തോഷം. പിന്നെ നമ്മുടെ ഇടയിൽ തന്നെ നല്ല രീതിയിൽ ട്രെയിനിങ് താല്പര്യമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, ട്രെയിനേഴ്സ് ആവാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സപ്പോർട്ട് സിസ്റ്റം ഒക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വരുന്നതാണ്. താങ്ക് യു സോ മച്ച്. വേണം എന്ന് ചിന്തിക്കുകയാണോ അതോ കിട്ടി എന്ന് ചിന്തിക്കുകയാണോ? കിട്ടി എന്ന് ചിന്തിക്കുക കേട്ടോ. എനിക്കത് കിട്ടി, അല്ലെങ്കിൽ എന്നിലേക്ക് അത് വന്നുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എനിക്കത് ലഭിച്ചു, അങ്ങനെ തന്നെ ചിന്തിക്കുക. താങ്ക് യു സോ മച്ച്, എനിക്കത് ലഭിച്ചു, എന്നിലേക്ക് അത് സംഭവിച്ചു, താങ്ക് യു സോ മച്ച്, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, താങ്ക് യു സോ മച്ച്. എന്താണോ നിങ്ങളുടെ മനസ്സിന് കംഫർട്ടബിൾ അത് കേട്ടോ. ഏറ്റവും നല്ലത് കിട്ടി എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതാണ്. എനിക്കത് കിട്ടി. അപ്പൊ അത് വിശ്വാസം ഉള്ളിലൊന്നും വരില്ല, പക്ഷെ എന്നാലും അത് പറയാം. വിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കണ്ട, അത് പറഞ്ഞുകൊണ്ടിരിക്കുക, അത് ചെയ്തുകൊണ്ടിരിക്കുക, അത് റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. താങ്ക് യു സോ മച്ച്. അത് എൻ്റെ ഉള്ളിൽ പിന്നെ അത് ആ ഒരു മനസ്സിൽ അത് വിഷ്വലൈസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്ത് നിങ്ങൾ അതിലൂടെ അങ്ങോട്ട് അനുഭവിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. അപ്പൊ ഇനി നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം ഇന്നത്തെ സെഷനിലേക്ക് പങ്കെടുത്തുള്ള എല്ലാവരും പറഞ്ഞ പോലെ മാക്സിമം ഒരു 3 പേരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. 3 പേരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പ്രതിജ്ഞ എടുക്കുക. ചേഞ്ച് ദം, ഹെൽപ്പ് ദം ടു ചേഞ്ച്. നിങ്ങൾ ചേഞ്ച് ആവാൻ പോവുകയാണ്, നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ്. നിങ്ങളുടെ കൂടെ 3 പേരെയും കൂടെ രക്ഷപ്പെടും. ഓക്കെ, ഹാപ്പി ഗ്രേറ്റ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ലിങ്കുകൾ സ്റ്റാറ്റസ് വെക്കാം, റെക്കോർഡ്സ് അയച്ചു കൊടുക്കാം, സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കാം, നിങ്ങളുടെ ജീവിത പങ്കാളിക്ക് അയച്ചു കൊടുക്കാം, നിങ്ങളുടെ മക്കൾക്ക് അയച്ചു കൊടുക്കാം, നിങ്ങളുടെ ബന്ധുക്കൾക്ക് അയച്ചു കൊടുക്കാം. പലരുടെയും ലൈഫ് മാറണം, പലരും കഷ്ടപ്പെടുന്നുണ്ടാവും, അവർക്കൊക്കെ ഈ ക്ലാസ്സുകൾ ഭയങ്കരമായിട്ട് ഉപകാരപ്പെടുന്നുണ്ടാവും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഇന്നത്തെ സെഷൻ്റെ ഒരു താങ്ക്സ് പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. താങ്ക് യു സോ മച്ച്. ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞോളൂ, നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഓക്കെ, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചിട്ട് എന്ത് ചെയ്യാം, വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഗ്രാറ്റിറ്റ്യൂഡ് പോന്നോട്ടെ, ലൈക്ക് യു ക്യാൻ സേ എക്സ്പ്രസ് ദി ഗ്രാറ്റിറ്റ്യൂഡ്. ഓക്കെ, താങ്ക് യു. കമന്റ്സിൽ ഒരുപാട് പേര് വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ്. യു ആർ വെൽക്കം. താങ്ക് യു. സീ യു ടുമോറോ. മറക്കരുത്, നമ്മുടെ പ്രോഗ്രാം ഉണ്ട്. ആ പ്രോഗ്രാമിലേക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, അതിനെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.